ഓക്കെ, അപ്പം ഒരു സ്ട്രക്ചർ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ലോഡ് ട്രാൻസ്ഫർ വരുന്നത് നമുക്കറിയാം. സ്ലാബ് എന്നുള്ള ലോഡ് ബീമിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും, ബീമിൽ നിന്ന് അത് കോളത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും, കോളത്തു നിന്ന് അത് ഫൂട്ടിങ്ങിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും, ഫൂട്ടിങ്ങിൽ നിന്ന് അത് സോയിലിലേക്ക് വരും. അതാണ് അതിന്റെ ഒരു ഓർഡർ എന്നുള്ളത് അല്ലെ. ഫൂട്ടിങ്ങിൽ നിന്ന് സോയിലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അപ്പം ഈ ഫൂട്ടിങ്ങിൽ നിന്ന് വരുന്ന ലോഡ്, അതായത് കോളത്തിലൂടെ പാസ് ചെയ്ത് ഫൂട്ടിങ്ങിൽ എത്തിയിട്ട് സോയിലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ലോഡ്, അല്ലെങ്കിൽ ആ ഫൂട്ടിങ് മുഖേന സോയിലിലേക്ക് എക്സേർട്ട് ചെയ്യുന്ന ഒരു പ്രഷർ എന്ന് പറയുന്നത് ഒരു കാരണവശാലും സേഫ് ബിയറിംഗ് കപ്പാസിറ്റിനേക്കാളും കൂടാൻ പാടില്ല എന്നുള്ളതാണ് ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ്. അതായത് ഓരോ സോയിലിനും, ഓരോ ടൈപ്പ് സോയിലിനും, ഇപ്പൊ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന സ്ഥലത്തെ സോയിലിനും സേഫ് ബിയറിംഗ് കപ്പാസിറ്റി ഉണ്ട്. സേഫ് ബിയറിംഗ് കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സോയിലിന് ഒരു m² റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ലോഡാണ് അല്ലെ. അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് kN/m² എന്നുള്ള രീതിയിലാണ് നമ്മൾ പറയുക അല്ലെ, സേഫ് ബിയറിംഗ് കപ്പാസിറ്റിന്റെ. അപ്പോൾ ഒരു m² അല്ലെങ്കിൽ ഒരു യൂണിറ്റ് ഏരിയക്ക് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ലോഡ്, അതാണ് സേഫ് ബിയറിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ കോളത്തിലൂടെ വരുന്ന ലോഡ് നമ്മളൊരു പർട്ടിക്കുലർ ഏരിയയുള്ള ഫൂട്ടിംഗ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുമ്പോൾ, ആ ഫൂട്ടിങ്ങിലൂടെ ആ ലോഡ് സോയിലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ആ ഒരു പ്രഷർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു കാരണവശാലും സേഫ് ബിയറിംഗ് കപ്പാസിറ്റിനേക്കാളും കൂടാൻ പാടില്ല. ഓക്കെ, അതായത് ആ കോളത്തു നിന്ന് വരുന്ന ലോഡ് ഫൂട്ടിങ്ങിലൂടെ സോയിലിലേക്ക് ട്രാൻസ്ഫർ ആകുമ്പോൾ ആ സോയിലിന് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്റിനേക്കാളും കൂടാൻ പാടില്ല ഈ ലോഡ് ട്രാൻസ്ഫർ ചെയ്യുന്നതെന്നുള്ളതാണ്. ഓക്കെ, അപ്പം നമ്മൾ കോളത്തിന്റെ ഡിസൈൻ പഠിച്ചിരുന്നു. അപ്പൊ കോളത്തിൽ ആക്സിൽ ലോഡ് വരുന്ന കാര്യങ്ങൾ അറിയാം അല്ലെ. അപ്പൊ ആ കോളത്തിലൂടെ വരുന്ന ആ ഒരു ആക്സിൽ ലോഡിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഫൗണ്ടേഷന്റെ ഏരിയ സെലക്ട് ചെയ്യുക. ഓക്കെ, ബാക്കിയുള്ള അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത് ഫാക്ടേർഡ് ആയിട്ടുള്ള ലോഡ് വെച്ചിട്ടാണ്. ആക്ച്വലി വരുന്ന വർക്കിംഗ് ലോഡ് വെച്ചിട്ട് നമ്മൾ ഏരിയ സെലക്ട് ചെയ്യും. എക്കണോമിക്കൽ ആക്കാൻ നമുക്ക് പറ്റും ഏരിയ അങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ. എന്നിട്ട് ആ ഏരിയ വെച്ചിട്ട് നമ്മൾ അതിനെ സേഫ് ആക്കി കൊണ്ടുവരും. ഓക്കെ, അതിനനുസരിച്ചുള്ള റീഇൻഫോഴ്സ്മെന്റും ഡെപ്തും കൊടുത്തിട്ട്. ഓക്കെ, അപ്പോൾ അതാണ് കൺസെപ്റ്റ്. അപ്പൊ നമുക്ക് ഇതിന്റെ സ്റ്റെപ്സിലേക്ക് പോവാം. അപ്പൊ ഡിസൈൻ സ്റ്റെപ്സ് ഫോർ ഐസൊലേറ്റഡ് റെക്ടാങ്കുലർ ഫൂട്ടിംഗ് എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇതേ കൺസെപ്റ്റ് തന്നെ നമുക്ക് സ്ക്വയറിലും യൂസ് ചെയ്യാം. സ്ക്വയർ ആൻഡ് റെക്ടാങ്കുലർ ബോത്ത് ആപ്ലിക്കബിൾ ആണ്. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട കോഡൽ പ്രൊവിഷൻസ് ഒക്കെ നമ്മൾ നോക്കിയിരുന്നു അല്ലെ. റീഇൻഫോഴ്സ്മെന്റ് ഒക്കെ റെക്ടാങ്കുലർ ആയിട്ട് വരുമ്പോൾ, രണ്ട് സൈഡ് ഡിഫറെന്റ് എന്നുള്ള രീതിയിൽ വരുമ്പോൾ എങ്ങനെയൊക്കെയാണ് റീഇൻഫോഴ്സ്മെന്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം കോഡൽ പ്രൊവിഷൻസിൽ നമ്മൾ നോക്കിയിരുന്നു. അപ്പൊ ആ ഒരു ഡിഫറൻസും അതുപോലെ സൈസിൽ വരുന്ന ആ ഒരു വ്യത്യാസവുമായിട്ട് ബന്ധപ്പെട്ട ചെറിയ ചെറിയ ഡിഫറൻസസ് സ്ക്വയർ കോളവും റെക്ടാങ്കുലർ കോളവും തമ്മിലുള്ളൂ. ബാക്കി സ്റ്റെപ്സ് എല്ലാം സെയിം തന്നെയാണ്. ഓക്കെ, അപ്പം ഇപ്പൊ സ്ക്വയർ കോളം ചോദിച്ചാലും റെക്ടാങ്കുലർ കോളം ചോദിച്ചാലും ഇപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്ന ഈ ഒരു സ്റ്റെപ്സ് വെച്ചിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഏരിയ ഓഫ് ഫൂട്ടിംഗ്. ഓക്കെ, സ്റ്റെപ്പ് 1 കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് ഫൂട്ടിംഗ്. അപ്പൊ ഫൂട്ടിങ്ങിന്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അതില് നമുക്ക് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ കയ്യിലുള്ള വാല്യൂസ് എന്ന് പറയുന്നത് ആ കോളത്തുനിന്ന് വരുന്ന ആക്സിൽ ലോഡ് നമ്മളെ കയ്യിലുണ്ടാവും. ഓക്കെ, നമ്മൾ അനലൈസ് ചെയ്തിട്ട് കണ്ടുപിടിക്കുന്ന ആ കോളത്തിലൂടെ പാസ് ചെയ്ത് വരുന്ന ആ ആക്സിൽ ലോഡ് നമ്മളെ കയ്യിലുണ്ടാവും. പിന്നെ നമ്മളെ കയ്യിൽ ഉണ്ടാവുന്ന ഡാറ്റ എന്ന് പറയുന്നത് സേഫ് ബിയറിംഗ് കപ്പാസിറ്റിയാണ് സോയിലിന്റെ. അപ്പൊ നമ്മളൊരു കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് അവിടുത്തെ സോയിലിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ സ്റ്റഡി ചെയ്യും. അപ്പം ഇപ്പൊ സേഫ് ബിയറിംഗ് കപ്പാസിറ്റി അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അത് ഫൈൻഡ് ഔട്ട് ചെയ്യണം. വലിയ സ്ട്രക്ചേഴ്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് സേഫ് ബിയറിംഗ് കപ്പാസിറ്റി കണ്ടുപിടിക്കും. എന്നിട്ട് ആ സേഫ് ബിയറിംഗ് കപ്പാസിറ്റിന്റെ ബേസിസിലാണ് നമ്മൾ ഏത് ടൈപ്പ് ഫൂട്ടിംഗ് വേണമെന്നുള്ള സെലക്ട് ചെയ്യും. ഓക്കെ, ഇപ്പൊ ഇവിടെ നമുക്ക് ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് ആയതുകൊണ്ട് ഇപ്പൊ ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് ഡിസൈൻ ചെയ്യാൻ നമുക്ക് വേണ്ടത് ഒന്ന് കോളത്തുനിന്ന് വരുന്ന ലോഡും ആ സോയിലിന്റെ സേഫ് ബിയറിംഗ് കപ്പാസിറ്റിയുമാണ്. അപ്പൊ ഈ രണ്ട് ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് ആ ഒരു പർട്ടിക്കുലർ ഫൂട്ടിങ്ങിന്റെ ഏരിയ വരിക. ഓക്കെ, അപ്പൊ ഏരിയ കണ്ടുപിടിക്കാൻ ഉള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം സ്ക്രീനിൽ. A = WC + WF/Q0 എന്നുള്ളതാണ് ഇക്വേഷൻ. ഓക്കെ, WC + WF/Q0. അപ്പൊ അതിൽ WC എന്ന് പറയുന്നത് ലോഡ് ഓൺ കോളം ആണ്. WF എന്ന് പറയുന്നത് ഫൂട്ടിങ്ങിന്റെ സെൽഫേറ്റ് ആണ്. ഓക്കെ, ഫൂട്ടിങ്ങിന്റെ സെൽഫേറ്റ് ആണ് WF. Q0 എന്ന് പറയുന്നത് സേഫ് ബിയറിംഗ് കപ്പാസിറ്റി ഓഫ് സോയിൽ എന്നുള്ളതാണ്. അപ്പം ഇവിടെ വെയിറ്റ് ഓഫ് ഫൂട്ടിങ്ങിന്റെ കൂടെ ചിലപ്പം അതിന്റെ കൂടെ പെഡസ്റ്റലിന്റെ വെയിറ്റും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പൊ പെഡസ്റ്റൽസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ഇപ്പം കോളത്തിന്റെ താഴെയായിട്ട് കൊടുക്കുന്ന
ഒരു കംപ്രഷൻ മെമ്പറാണ്. അതിന്റെ സൈസ് എന്ന് പറയുന്നത് അതായത് വളരെ ലെങ്ത് കുറവായിട്ടുള്ള ഒരു മെമ്പറാണ്. അതായത് ആ ഫൂട്ടിങ്ങും അതുപോലെ തന്നെ ഈ കോളത്തിനെയും കണക്ട് ചെയ്യുന്നതായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന മെമ്പറാണ്. അപ്പൊ ഹൈറ്റ് വളരെ കുറവായിരിക്കും. കോളത്തുനിന്ന് ഈ പെഡസ്റ്റലിലേക്ക് വന്നിട്ടാണ് അത് ഫൂട്ടിങ്ങിലേക്ക് വരാം. ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇപ്പൊ കോളം ഡയറക്റ്റ് ഫൂട്ടിങ്ങിൽ പോവാതെ ആ ഫൗണ്ടേഷനിലേക്ക് വരുന്നതിന് തൊട്ട് മുമ്പായിട്ട് അവിടെ ആ കോളത്തിന്റെ ആ സെക്ഷൻ കുറച്ചൊന്ന് വലുതാവുന്ന കാണാം അല്ലെ, ജസ്റ്റ് അതിനേക്കാളും കുറച്ച് വലുതായിട്ട് പിന്നെ അത് താഴോട്ടേക്ക് ഫൂട്ടിങ്ങിലേക്ക് കയറുന്ന കാണാം. ആ ചെറിയ അതായത് പെഡസ്റ്റൽ എന്നുള്ള നമ്മൾ കംപ്രഷൻ മെമ്പറിന്റെ തിയറി പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും, അതിന്റെ ലീസ്റ്റ് ലാറ്റർ ഡയമെൻഷൻ എന്ന് പറയുന്നത് അതിന്റെ ലെങ്തിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ആ ലീസ്റ്റ് ലാറ്റർ ലെങ്ത് ബൈ എഫക്റ്റീവ് ലെങ്ത് ബൈ ആ ലാറ്ററൽ ഡയമെൻഷൻ എന്ന് പറയുന്ന ആ ഒരു റേഷ്യോ എന്ന് പറയുന്നത് വളരെ ചെറുതാണ് വരിക. ഓക്കെ, പെഡസ്റ്റലിന്റെ കൺസെപ്റ്റ് നമ്മൾ ഷോർട്ട് കോളം അതുപോലെ ലോങ് കോളം അതുപോലെ ആ കൂട്ടത്തിൽ നമ്മൾ പഠിച്ചത് പെഡസ്റ്റൽ എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ആ പെഡസ്റ്റൽ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു കോളമാണ്. അതിന്റെ ലെങ്ത് ബൈ ലീസ്റ്റ് ലാറ്റർ ഡയമെൻഷൻ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു വാല്യൂ ആയിരിക്കും വരിക. ഓക്കെ, അപ്പൊ പെഡസ്റ്റലും കൂടി ഉണ്ടെങ്കിൽ പെഡസ്റ്റലിലേക്കാണ് ഈ പർട്ടിക്കുലർ കോളം വരുന്നെങ്കിൽ അതിന്റെ വെയിറ്റും കൂടിയും വരും. എങ്ങനെയൊക്കെ ആയാലും നമ്മളിപ്പോ കൺസിഡർ ചെയ്യുന്ന ആ WF നമ്മളെ ആക്ച്വലി എത്രയാണ് വരുന്നത് എന്നുള്ളത് അവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പോകുന്നില്ല. ആ കോളത്തിൽ എത്രയാണോ ലോഡ് വരുന്നത് അതിന്റെ 10% ആണ് നമ്മൾ WF എന്ന് പറയുന്ന വാല്യൂ ആയിട്ട് എടുക്കുന്നത്. അപ്പൊ ഇവിടെ ഏരിയ എന്ന് പറയുന്നത് WC പ്ലസ് WF/Q0. അതിൽ WC എന്ന് പറയുന്നത് കോളത്തിൽ വരുന്ന ആക്സിയൽ ലോഡാണ്, അതായത് വർക്കിംഗ് ലോഡ് തന്നെയാണ്, ഫാക്ടേർഡ് അല്ല, വർക്കിംഗ് ലോഡ് തന്നെയാണ്. പ്ലസ് WF എന്ന് പറയുന്നത് ഈ ഫൂട്ടിങ്ങിന്റെ സെൽഫ് വെയിറ്റ് ആണ്, അല്ലെങ്കിൽ പെഡസ്റ്റൽ ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് വരും. എങ്ങനെയായാലും അവിടെ നമ്മൾ ആ ടോട്ടൽ കോളത്തിൽ വരുന്ന വെയിറ്റിന്റെ 10% ആണ് WF എന്ന് പറയുന്ന വാല്യൂ എടുക്കുന്നത്. ഓക്കെ, Q0 എന്ന് പറയുന്ന സേഫ് ബിയറിംഗ് കപ്പാസിറ്റി kN/m². അപ്പം ശരിക്കും ഈ സോയിലിലേക്ക് വരുന്ന ലോഡാണ് WC പ്ലസ് WF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ, ആക്സിയൽ ലോഡ് ഓഫ് കോളും അതുപോലെ തന്നെ ആ ഫൂട്ടിങ്ങിന്റെ സെൽഫ് വെയിറ്റും ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഡിവൈഡഡ് ബൈ ആ പർട്ടിക്കുലർ സോയിലിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന അതിന്റെ കപ്പാസിറ്റി, അതിന്റെ സേഫ് ബിയറിംഗ് കപ്പാസിറ്റിയാണ് Q0. അത് kN/m². അപ്പൊ അതിലേക്ക് വരുന്ന ടോട്ടൽ ലോഡ് kN സേഫ് ബിയറിംഗ് കപ്പാസിറ്റി kN/m². ഓക്കെ, അതായത് ഒരു m² അതിന് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ലോഡാണ് Q0 എന്ന് പറയുന്നത്. അപ്പൊ ഇതിലേക്ക് ടോട്ടലി വരുന്ന ലോഡാണ് WC പ്ലസ് WF എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ലോഡ് സേഫ് ബിയറിംഗ് കപ്പാസിറ്റിനേക്കാളും കൂടാത്ത രീതിയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ എത്ര ഏരിയ കൊടുക്കണം എന്നുള്ളതാണ് കിട്ടുക. ഓക്കെ, ഈ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ നമ്മൾ ഫൂട്ടിങ് കൊടുത്തു കഴിഞ്ഞാൽ ആ വരുന്ന ലോഡ് സേഫ് ബിയറിംഗ് കപ്പാസിറ്റിനേക്കാളും കൂടാതെ നമുക്ക് പ്രോപ്പർ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഏരിയ. അപ്പൊ WC പ്ലസ് WF/Q0 എന്നുള്ളതാണ് ആ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഇതിന്റെ ഒരു ഫൂട്ടിങ്ങിന്റെ പ്ലാൻ നിങ്ങൾക്ക് കാണാം. ടോപ്പ് നിന്ന് നോക്കുമ്പോൾ കാണുന്ന കാര്യം ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഫൂട്ടിങ്ങിന്റെ സൈസ് XY എന്നുള്ളതാണ്. ഇതിന്റെ അകത്ത് കാണുന്ന AB എന്ന് പറയുന്നത് ഒരു റെക്ടാങ്കുലർ ആയിട്ട് കാണുന്ന AB പോർഷൻ എന്ന് പറയുന്നത് കോളമാണ്. അപ്പൊ കോളം മേലെ നോക്കുമ്പോൾ കോളം വന്നിട്ട് ഈ ഫൂട്ടിങ്ങിലേക്ക് കയറും. ഫൂട്ടിങ്ങിന്റെ സൈസ് XY. ഓക്കെ, റെക്ടാങ്കുലർ ആകുമ്പോൾ XY ആയിരിക്കും, സ്ക്വയർ ആകുമ്പോൾ രണ്ടും XX അല്ലെങ്കിൽ YY എന്നുള്ള രീതിയിലായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഈ X/Y ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സ്ക്വയർ ആണെങ്കിൽ X² എത്രയാന്നുള്ളതാണ് ഈ ഒരു പർട്ടിക്കുലർ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഈ ഒരു ഫൂട്ടിങ്ങിന്റെ ഏരിയ എത്ര വരും, ഓക്കെ, നമുക്ക് കിട്ടി തന്നിട്ടുള്ള ലോഡിനെ റെസിസ്റ്റ് ചെയ്യാനായിട്ട്, അതുപോലെ തന്നെ ആ സോയിലിന്റെ സേഫ് ബിയറിംഗ് കപ്പാസിറ്റിക്കും അനുസരിച്ചിട്ട് എത്ര ഏരിയ ഈ ഫൂട്ടിങ്ങിന് കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ്. ഓക്കെ, WC load on column, WF self weight of footing plus pedestal if provided. WF usually consider 10% of WC. Q0 safe bearing capacity of soil. അപ്പൊ എങ്ങനെയാ ഏരിയ കണ്ടുപിടിക്കേണ്ടത് എന്നുള്ള ക്ലിയർ ആയിട്ടുണ്ടാന്ന് വിചാരിക്കുന്നു. ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പൊ ഏരിയ കിട്ടിക്കഴിഞ്ഞാല് നമുക്ക് ആ ഫൂട്ടിങ്ങിന്റെ സൈസ് ഇപ്പം മൊത്തമുള്ള ഏരിയ ആണ് നമുക്കിപ്പം കിട്ടിയിട്ടുണ്ടാവുക. അപ്പൊ അതിന് എത്ര സൈസ്, എത്ര ലെങ്ത്, എത്ര ബ്രെഡ്ത്ത് കൊടുക്കണം എന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. അതായത് ഇപ്പൊ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പ്രകാരം XY എത്രയാന്നുള്ള ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് അറിയാം ഓൾറെഡി കോളത്തിന്റെ ഒക്കെ ഇതുപോലെ മൊത്തം എത്ര ഏരിയ കോളം പ്രൊവൈഡ് ചെയ്യണം എന്നുള്ള കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ അകത്ത് കോളത്തിന്റെ സൈസ് കണ്ടുപിടിക്കുന്നതിന്റെ കൺസെപ്റ്റ് ഒക്കെ നിങ്ങൾക്ക് അറിയാം അല്ലെ. ഇപ്പം സ്ക്വയർ ആണെങ്കിൽ ഇപ്പം നമുക്കൊരു ഏരിയ ഒരു പർട്ടിക്കുലർ വാല്യൂ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു 2m² ആണ് ഏരിയ കിട്ടിയെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ അതൊരു സ്ക്വയർ ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്യേണ്ടതെങ്കിൽ ആ 2ന്റെ റൂട്ട് എടുക്കുക അല്ലെ. റൂട്ട് എടുക്കുമ്പോൾ എത്രയാണോ വരുന്നത്
അതിനേക്കാളൊന്നും കുറച്ച് കൂട്ടി റൗണ്ട് ചെയ്തിട്ട് നമുക്ക് ഇപ്പോൾ സ്ക്വയർ ആണെങ്കിൽ അതിന്റെ 2 സൈസ് നമുക്ക് എടുക്കാൻ പറ്റും. ഇപ്പോൾ റെക്ടാംഗുലർ ആണെങ്കിൽ നമ്മൾ അതിന്റെ ഒരു ഡയമെൻഷൻ അസ്യൂം ചെയ്യും, എന്നിട്ട് അനദർ ഡയമെൻഷൻ കണ്ടുപിടിക്കും അല്ലെ, അങ്ങനെയല്ലേ ചെയ്യുന്നത്? അതേപോലെ തന്നെയാണ് ഇവിടെയും. കാൽക്കുലേറ്റ് ദ സൈസ് ഓഫ് ഫൂട്ടിങ്. ആദ്യം സ്ക്വയർ ഫൂട്ടിംഗ് ആണെങ്കിൽ അതിന്റെ സൈഡാണ് കണ്ടുപിടിക്കുക അല്ലെ. സ്ക്വയർ ആകുമ്പോൾ എല്ലാ സൈഡും ഒരേ വാല്യൂ ആയതുകൊണ്ട് സൈഡാ കണ്ടുപിടിക്കുക. അപ്പൊ എത്രയാണോ നമുക്ക് ഏരിയ ഇപ്പം ചെയ്തിരിക്കുന്ന ഇക്വേഷൻ പ്രകാരം കിട്ടിയത്, അപ്പം ആ ഏരിയന്റെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഒരു സൈഡ് എത്രയാ വരുന്നതെന്നുള്ള കിട്ടും. ഓക്കെ, അപ്പോൾ ആ സൈഡ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ സ്ക്വയർ ഫൂട്ടിങ്ങിന്റെ സൈസ് ആയി എന്ന് നമുക്ക് പറയാം. ഓക്കെ, അതായത് ടോട്ടൽ ഏരിയ അതിന്റെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു സൈഡായി. അതിനൊന്ന് റൗണ്ട് ചെയ്ത് നമ്മൾ എടുക്കും ആ സ്ക്വയർ ഫൂട്ടിങ്ങിന്റെ സൈഡായിട്ട്. ഓക്കെ, ഇപ്പൊ റെക്ടാംഗുലർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു സൈഡ് അസ്യൂം ചെയ്യും അല്ലെ. ഇപ്പൊ എക്സ് വൈ ഉണ്ടെങ്കിൽ അതിൽ ഒരു സൈഡ്, ഇപ്പൊ എക്സ് നമ്മൾ അസ്യൂം ചെയ്തു. ഓക്കെ, അതെങ്ങനെ അസ്യൂം ചെയ്യേണ്ടതെന്നൊക്കെ നമുക്ക് അറിയാം അല്ലെ. പ്രൊവൈഡ് ചെയ്യും, ഒരു വാല്യൂ അസ്യൂം ചെയ്തു, എന്നിട്ട് അനദർ ഡയമെൻഷൻ കണ്ടുപിടിക്കാം. ഇപ്പൊ കുറച്ചുകൂടി നല്ലത് ഇങ്ങനെ അസ്യൂം ചെയ്യുന്ന സമയത്ത്, ഇപ്പം മുന്നേ ഈ ഫിഗറിൽ കണ്ടു എ ബി എന്ന് കണ്ടു അല്ലെ. ഇപ്പം റെക്ടാംഗുലർ കോളം വരുമ്പോഴാണ് നമ്മൾ റെക്ടാംഗുലർ ആയിട്ടുള്ള ഫൂട്ടിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. അപ്പൊ ഇവിടെ എ ബി എന്ന് പറയുന്ന സൈഡ്സ് തമ്മിലൊരു റേഷ്യോ ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ എ ബൈ ബി എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ റേഷ്യോയിലാണ് വരുന്നത്, എ ഡിവൈഡ് ബൈ ബി. അപ്പൊ നമ്മള് ഈ ഫൂട്ടിങ്ങിന്റെ സൈസ് കൊടുക്കുന്നതും അതേ റേഷ്യോയിൽ കൊടുത്തു കഴിഞ്ഞാൽ, അതായത് റെക്ടാംഗുലർ ആകുമ്പോൾ എ ബൈ ബി എന്ന് പറയുന്ന എക്സ് ബൈ വൈ എന്ന് പറയുന്ന ആ റേഷ്യോ, അല്ലെങ്കിൽ ബി ബൈ എ എന്ന് പറയുന്നത് വൈ ബൈ എക്സ് എന്ന് പറയുന്ന ആ ഒരു റേഷ്യോ ഫോളോ ചെയ്ത് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, ആ റേഷ്യോക്ക് അനുസരിച്ച് നമ്മൾ സൈഡ് ഫൂട്ടിങ്ങിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് യൂണിഫോമിറ്റി കിട്ടും. അതായത് ബെൻഡിങ് മൊമെന്റ് ഡിസ്ട്രിബ്യൂഷനും കാര്യങ്ങളൊക്കെ ഒന്നും കൂടി യൂണിഫോം ആവും, നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനും കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഓക്കെ, അപ്പൊ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് അസ്യൂം ചെയ്യാം ആ റെക്ടാംഗുലർ കോളത്തിന്റെ ഏരിയ എന്നുള്ളത്. എന്നാൽ ഈ ഒരു റേഷ്യോ ഫോളോ ചെയ്ത് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ആ പ്രോബ്ലം കംപ്ലീറ്റ് ആക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം സ്ക്വയർ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റ് ആ ടോട്ടൽ കിട്ടിയിരിക്കുന്ന ഏരിയ അതിന്റെ റൂട്ട് എടുത്തിട്ട് അതിനെ റൗണ്ട് ചെയ്തെടുക്കാം. ഇപ്പൊ റെക്ടാംഗുലർ ആണെങ്കിൽ ജസ്റ്റ് അതിന്റെ ആ കോളത്തിന്റെ ആ സൈസുകൾ തമ്മിലുള്ള, അതായത് സൈഡുകൾ തമ്മിലുള്ള ആ റേഷ്യോ എങ്ങനെയാണോ വരുന്നത് അതേ റേഷ്യോ തന്നെ ഫൂട്ടിങ്ങിന്റെ ആ ഒരു സൈസും കൊടുക്കാനായിട്ട്, അതായത് 2 സൈഡ്സും കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു യൂണിഫോമിറ്റി ഉണ്ടാവും. ബെൻഡിങ് മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ കുറച്ചും കൂടി യൂണിഫോം ആയിരിക്കും. അപ്പൊ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പം അങ്ങനെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. ആൾട്ടർനേറ്റ്ലി അസ്യൂം എക്സ് ബൈ വൈ ഈസ് ഈക്വൽ ടു എ ബൈ ബി. അപ്പൊ ആ രീതിയിൽ നമുക്ക് അസ്യൂം ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം അത് നമ്മൾ എങ്ങനെയാ ചെയ്യാന്ന് പറഞ്ഞാൽ, ഇപ്പൊ എക്സ് വൈ, ഇപ്പം എയും ബിയും നമുക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പൊ നമ്മൾ എക്സ് ബൈ വൈ ഈസ് ഈക്വൽ ടു എ ബൈ ബി ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു വാല്യൂ കിട്ടും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമുക്ക് എ ബൈ ബി ചെയ്തപ്പോൾ 2 എന്ന് പറഞ്ഞു കിട്ടിയെന്ന് വിചാരിച്ചു. അപ്പൊ എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ വൈ ഇപ്പുറത്തേക്ക് വരുമ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു 2y എന്നുള്ളതായിരിക്കും. അപ്പൊ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? എക്സ് ഇൻറ്റു വൈ എന്നുള്ളതാണ് അല്ലെ. അപ്പൊ ഇവിടെ എക്സ് ഈസ് ഈക്വൽ ടു നമുക്ക് 2y എന്ന് പറഞ്ഞ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ എക്സിന്റെ സ്ഥാനത്ത് 2y കൊടുക്കാം. അപ്പം എക്സ് ഇൻറ്റു വൈ എന്ന് പറയുമ്പോൾ 2y ഇൻറ്റു വൈ എന്ന് പറഞ്ഞു വരും. അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു സൈഡായി. എന്നിട്ട് അതിൻ്റെ അകത്ത് അനദർ ഡയമെൻഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതായത് ഇപ്പം ഏരിയ എന്ന് പറയുന്ന വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ ആ കോളത്തിന്റെ സൈസ് എ ബൈ ബി എത്രയാ റേഷ്യോ എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ എക്സ് ബൈ വൈ ഈസ് ഈക്വൽ ടു ആ റേഷ്യോ എത്രയാന്നുള്ളത് നോക്കുക. അപ്പൊ അതിന്റെ അകത്ത് എക്സ് ഈസ് ഈക്വൽ ടു ആ റേഷ്യോ ഇൻറ്റു വൈ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടും. അപ്പൊ ഇക്വേഷനിൽ ഏരിയ ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു വൈ ആണ്. അപ്പോൾ അതിൽ ഇപ്പൊ നമ്മൾ ചെയ്തപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു ഇപ്പൊ 2y ആണ് കിട്ടിയെങ്കിൽ എക്സിന്റെ സ്ഥാനത്ത് 2y എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ ഏരിയ ഈസ് ഈക്വൽ ടു 2y ഇൻറ്റു വൈ എന്ന് പറഞ്ഞിട്ടായിരിക്കും വരിക. ഓക്കെ, അപ്പൊ അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് y കിട്ടും. അതിനനുസരിച്ച് നമ്മൾ എങ്ങനെയാണോ റിലേഷൻഷിപ്പ് എടുത്തിട്ടുള്ളത് അതിനനുസരിച്ചിട്ട് നമുക്ക് വീണ്ടും റീസബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ എക്സും കിട്ടും. ഓക്കെ, അപ്പോൾ അതാണ് ഇപ്പം ഒരേ റേഷ്യോയില് നമുക്ക് കോളത്തിന്റെ റേഷ്യോ സൈസിന്റെ റേഷ്യോനനുസരിച്ച് തന്നെ ഫൂട്ടിങ്ങിന്റെ സൈസും എടുക്കാനുള്ള വിധം. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഫൂട്ടിങ്ങിന്റെ സൈസ് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റെപ്പ് 3, കാൽക്കുലേറ്റ് സോയിൽ പ്രഷർ ഡ്യൂ ടു ഫാക്ടേർഡ് കോളം ലോഡ് ഓൺലി. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സോയിൽ പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ആ സോയിൽ പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ ഫാക്ടേർഡ് ലോഡ് കൺസിഡർ ചെയ്യും. ഓക്കെ, ഏരിയ കണ്ടുപിടിക്കാൻ നമ്മൾ അത് എടുത്തിട്ടില്ല. അപ്പൊ ഏരിയ നമ്മൾ കുറയുമ്പോൾ അതിനനുസരിച്ച് എക്കണോമിക്കൽ ആയിട്ട് സൈസ് നമുക്ക് കിട്ടും. അതിനനുസരിച്ച് ഡെപ്തും അതുപോലെ തന്നെ അതിന്റെ റീഎൻഫോഴ്സ്മെന്റും കൊടുത്ത് നമ്മൾ സേഫ് ആക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ സോയിൽ പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഫാക്ടേർഡ് കോളം ലോഡ്
മുഖേനയുള്ള സോയിൽ പ്രഷറാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ സോയിൽ പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു റിയാക്ഷൻ തന്നെയാണ്. ഓക്കെ, ആ സോയിലിൽ വരുന്ന റിയാക്ഷൻ എന്ന് നമുക്ക് പറയാം. അപ്പൊ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പൊ നമ്മളെ ബീമിന്റെ ഒക്കെ കേസിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം എടുത്തു കഴിഞ്ഞാൽ അപ്പൊ അതിൽ ലോഡ് താഴോട്ട് ആക്ട് ചെയ്യുമ്പോൾ അതിന്റെ സപ്പോർട്ടിൽ വരുന്ന റിയാക്ഷൻ എന്ന് പറയുന്നത് മേലോട്ടേക്കായിരിക്കും. ഓക്കെ, അതായത് ആ ഇക്വിലിബ്രിയം കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിലായിരിക്കും. ഇപ്പൊ ഇക്വിലിബ്രിയം കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ആ ലോഡ് താഴോട്ട് ആക്ട് ചെയ്യുന്നത് കൊണ്ട് ശരിക്കും ആക്ച്വലി ആ ബീം അവിടെ നിൽക്കാൻ ശരിക്കും പറ്റില്ല അല്ലെ, അതും താഴോട്ട് വരേണ്ടതാണ് ആക്ച്വലി. എന്നാൽ അതിനെ ഒപ്പോസ് ചെയ്തുകൊണ്ട് അവിടെ ഒരു ഫോഴ്സ് താഴോട്ടേക്ക് പോകാൻ എത്രമാത്രം ടെൻഡൻസി ഉണ്ടോ അതിനെ ഒപ്പോസ് ചെയ്തുകൊണ്ട് അവിടെ ഫോഴ്സ് ഈ സപ്പോർട്ടുന്നോ അല്ലെങ്കിൽ ആ ഒരു കോളത്തുനിന്നോ മേലോട്ടേക്ക് വരുന്നത് കൊണ്ടാണ്, അതിന് ഒപ്പോസ് ചെയ്തിട്ടുള്ള ഫോഴ്സ് മേലോട്ടേക്ക് ആക്ട് ചെയ്യുന്നതുകൊണ്ടാണ് ബീമും കോളവും ഒക്കെ ആ ബീം ആ കറക്റ്റ് പൊസിഷനിൽ അവിടെ നിൽക്കുന്നത് അല്ലെ, താഴോട്ട് വരാതെ. ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ വാളിന്റെ മേലെ സ്ലാബ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കാണാം, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ആ റൂഫിംഗ് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഓക്കെ, അപ്പം അത് ശരിക്കും അത് അതുപോലെ തന്നെ നിലനിൽക്കുന്നത്, അത് താഴോട്ട് വീഴാതെ അല്ലെങ്കിൽ താഴോട്ട് ആ ലോഡ് താഴോട്ടേക്കാണ് വരുന്നത്, എന്നാൽ അത് താഴോട്ടേക്ക് വരാതെ അവിടെ നിലനിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കണ്ടീഷൻ ഇക്വിലിബ്രിയത്തിലായതുകൊണ്ടാണ്. അതായത് ആ ഫോഴ്സിനെ ഒപ്പോസ് ചെയ്തുകൊണ്ട് ഫോഴ്സ് ആ സപ്പോർട്ടിലൂടെ വരുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ ആ സപ്പോർട്ടിനെ തന്നെ റെസിസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളത് കൊണ്ടാണ് അല്ലെ, ആ ഒപ്പോസിങ് ഫോഴ്സ് ആ ഒരു സപ്പോർട്ട് കൊടുക്കുന്നതുകൊണ്ടാണ് അത് ആ ഇക്വിലിബ്രിയം കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ അതേപോലെ തന്നെയാണ്. ഇവിടെ നമ്മൾ ഈ ആക്ച്വലി വരുന്ന ഈ ലോഡ് കാരണം ഓക്കെ ആ സോയിലിൽ വരുന്ന റിയാക്ഷൻ ആണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അതാണ് സോയിൽ പ്രഷർ എന്ന് പറയുന്നത്, ആ ലോഡ് കാരണം അവിടെ വരുന്ന റിയാക്ഷൻ. ഓക്കെ, അതായത് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എത്രയാണോ ആ കോളത്തുനിന്ന് ആ ലോഡ് ആക്ട് ചെയ്യുന്നത്, ഓക്കെ, ആ ലോഡ് മുഖേന വരുന്ന പ്രഷർ ആണ് സോയിലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ ആ സോയിലിലേക്ക് ട്രാൻസ്ഫർ ആകുമ്പോൾ ഈ ഫൂട്ടിങ് താഴോട്ട് പോവാതെ, അതായത് താഴ്ന്നു പോവാതെ സ്ട്രോങ് ആയിട്ട് അവിടെ നിൽക്കണം എന്നുണ്ടെങ്കിൽ ആ വരുന്ന ലോഡിനെ ഓപ്പോസ് ചെയ്തുകൊണ്ട് ഒരു ഫോഴ്സ് അവിടെ റിയാക്ഷൻ ആയിട്ട് അവിടെ ഉണ്ടാവണം അല്ലെ, ആ സോയിൽ തിരിച്ച് ആ ഒരു ഫോഴ്സ് അങ്ങോട്ട് കൊടുക്കുന്നുണ്ടാവും. അപ്പൊ എത്രയാണോ ഈ കോളത്തുനിന്ന് ആ ഫൂട്ടിങ്ങിലൂടെ വരുന്ന പ്രഷർ, അതിന് ഇക്വലന്റ് ആയിട്ടുള്ള ഒരു പ്രഷർ സോയിൽ അവിടെ എക്സേർട്ട് ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? അതിന് ഈക്വൽ ആയിട്ടുള്ള ഒരു പ്രഷർ സോയിൽ മേലോട്ട് തിരിച്ച് എക്സേർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് അവിടെ ആ ഫൂട്ടിങ് അവിടെ നിലനിൽക്കുന്നത്, അല്ലെങ്കിൽ അത് താഴ്ന്നു പോയിക്കൊണ്ടേയിരിക്കും. ഓക്കെ, ഇക്വിലിബ്രിയം കണ്ടീഷനിലാവുന്നത് ആ സോയിലില് അതിന് ആ വരുന്ന ഫോഴ്സിനെ റിയാക്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിനെ ഒപ്പോസ് ചെയ്യുന്ന രീതിയിൽ ആ റിയാക്ഷൻ ഫോഴ്സ് അവിടെ ഉള്ളത് കൊണ്ടാണ്. അപ്പൊ അത് എത്രയാ വരുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്ന സോയിൽ പ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഈ ലോഡ് മുഖേന സോയിൽ തിരിച്ച് എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ, അതായത് അതിന്റെ റിയാക്ഷൻ എന്ന് നമുക്ക് പറയാം. ഓക്കെ, ബീമിന്റെ രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ റിയാക്ഷൻ എന്നുള്ള രീതിയിൽ, അതായത് ഇക്വിലിബ്രിയം കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര ഫോഴ്സ് ആണ് തിരിച്ച് സോയിൽ എക്സേർട്ട് ചെയ്യുന്നത് ഈ പർട്ടിക്കുലർ ലോഡ് വരുമ്പോൾ എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് PU = 1.5 × WC/XY. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ലോഡ് കിലോ ന്യൂട്ടണിലായിരിക്കും, ആ കോളത്തിൽ നിന്ന് വരുന്ന ലോഡ് ഡിവൈഡഡ് ബൈ ഏരിയ ആയിരിക്കും അല്ലെ, kN/m² എന്നുള്ളതായിരിക്കും യൂണിറ്റ് വരിക ആ സോയിൽ പ്രഷർ. ഓക്കെ, അപ്പം ഈ കോളത്തിൽ നിന്ന് എത്രയാണോ ആ പ്രഷർ താഴോട്ടേക്ക് പോകുന്നത് അതേ പ്രഷർ തന്നെയായിരിക്കും മേലോട്ടേക്ക് തിരിച്ച് ആ സോയിൽ എക്സേർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ കോളം ലോഡിനെ, അതായത് കോളത്തിലൂടെ പാസ് ചെയ്യുന്ന ആ ആക്സിൽ ലോഡിനെ നമ്മൾ ഫാക്ടർ ചെയ്തു, 1.5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു, ഡിവൈഡഡ് ബൈ x/y, എത്ര ഏരിയ ആണ് നമ്മൾ ആ ഒരു ഫൂട്ടിങ്ങിന് കൊടുത്തിട്ടുള്ളത്, ആ ഏരിയയിലൂടെയാണല്ലോ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പൊ ആ ഏരിയയിലൂടെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എത്ര പ്രഷറാണ് ആക്ച്വലി വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ 1.5 × WC/ ആ ഏരിയ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ PU വാല്യൂ kN/m² എന്നുള്ള രീതിയിൽ കിട്ടും. ഓക്കെ, ഇവിടെ WC എന്ന് പറയുന്ന കോളം ലോഡ്, X എന്ന് പറയുന്ന ഷോർട്ടർ ഡയമെൻഷൻ, Y എന്നുള്ള ലോങ്ങർ ഡയമെൻഷൻ എന്നുള്ള രീതിയിൽ എടുത്താണ്. അപ്പൊ ഇതാണ് സോയിൽ പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ. സോയിൽ പ്രഷർ എന്താണെന്നുള്ളത് ക്ലിയർ ആയിട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കും. ഓക്കെ, ഇപ്പൊ സ്റ്റെപ്പ് 3 അതാണ് വരുന്നത്. ഇനി സ്റ്റെപ്പ് 4, ഇപ്പം നമ്മൾ കണ്ടുപിടിച്ചത് ആ ഒരു ഫൂട്ടിങ്ങിന്റെ സൈസ് കണ്ടുപിടിച്ചു അല്ലെ, അതായത് XY എന്നുള്ള രീതിയിൽ അതിന്റെ സൈസ് കണ്ടുപിടിച്ചു. ഇപ്പൊ സ്ക്വയർ ആണെങ്കിൽ XX ആയിരിക്കും, ഇപ്പൊ റെക്ടാംഗുലർ ആണെങ്കിൽ XY എന്നുള്ളതായിരിക്കും. അപ്പൊ അത് നമ്മൾ എങ്ങനെയാ കണ്ടുപിടിക്കണ്ടേ നോക്കിയിട്ട് അത് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഈ ഫൂട്ടിങ്ങിന്റെ ഡിസൈനിൽ വരുന്നത് എത്ര ഡെപ്ത് കൊടുക്കണം ആ ഫൂട്ടിങ്ങിന്, ഓക്കെ, എത്ര ഡെപ്ത് കൊടുക്കണം എന്നുള്ള കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ എത്ര റീഇൻഫോഴ്സ്മെന്റ് ഇവിടെ ഈ ഫൂട്ടിങ്ങിന്റെ അകത്ത് കൊടുക്കണം എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട്.
ഓക്കെ. അപ്പൊ ഇവിടെ ഡെപ്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എത്ര ഡെപ്ത് കണ്ടുപിടിക്കണം എന്നുള്ളത്, അല്ലെങ്കിൽ ഡെപ്ത് എത്ര പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 3 ക്രൈറ്റീരിയനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഡെപ്ത് ഓഫ് ഫൂട്ടിംഗ് ഈസ് കാൽക്കുലേറ്റഡ് ബൈ ദ ഫോളോയിങ് 3 ക്രൈറ്റീരിയ ആൻഡ് ഹയസ്റ്റ് വാല്യൂ സോ കാൽക്കുലേറ്റഡ് ഈസ് അഡോപ്റ്റഡ് ഇൻ ദ ഡിസൈൻ. ഓക്കെ. 3 ക്രൈറ്റീരിയനെ ബേസ് ചെയ്തിട്ടാണ് ഡെപ്ത് ഓഫ് ഫൂട്ടിംഗ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, നമ്മൾ എടുക്കുന്നത് അതില് ആ 3 ക്രൈറ്റീരിയയിൽ ഏതാണോ കൂടുതൽ വന്ന ഡെപ്ത് അതാണ് നമ്മൾ ഡിസൈനിൽ അഡോപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഞാൻ പറഞ്ഞു വന്നത് ഇപ്പൊ 3 ക്രൈറ്റീരിയാസ് ഉണ്ട്. ആ ക്രൈറ്റീരിയയിൽ നമ്മൾ ഓരോ ക്രൈറ്റീരിയ വെച്ചിട്ടും ഡെപ്ത് കാൽക്കുലേറ്റ് ചെയ്യും. ആ 3 ക്രൈറ്റീരിയ പ്രകാരം കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഏത് ഡെപ്ത് ആണോ കൂടുതൽ വന്നിരിക്കുന്നത് ആ ഡെപ്ത് നമ്മൾ അഡോപ്റ്റ് ചെയ്തിട്ട് ബാക്കി ഡിസൈൻ നമ്മൾ ആ ഡെപ്ത് വെച്ചിട്ട് ചെയ്യും. അല്ലെങ്കിൽ വേറൊരു രീതിയിലും ചെയ്യും നമ്മൾ. അപ്പൊ അതില് ഏകദേശം മാക്സിമം ഏത് ക്രൈറ്റീരിയ വരുന്നതെന്നുള്ളത് നമുക്ക് അസ്യൂം ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് ഏകദേശം അറിയാം ഏതാ വരുന്നതെന്നുള്ളത്. നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ബേസ് ചെയ്തിട്ട് ഏത് ടൈപ്പിലാണ് കൂടുതൽ ഡെപ്ത് റിക്വയർഡ് ആയിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ അത് മാക്സിമം ആ ഡെപ്ത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ളതൊക്കെ ഈ ഡെപ്ത് വെച്ചിട്ട് റെസിസ്റ്റ് ചെയ്യുമോ എന്നുള്ളത് ചെക്ക് ചെയ്യും. അത് അങ്ങനെയും ചെയ്യാം, ആ രീതിയിലും ചെയ്യാം. നമ്മളിവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 3 ക്രൈറ്റീരിയ വെച്ചിട്ട് നമ്മൾ ഡെപ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ഡെപ്ത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ കമ്പയർ ചെയ്യും. ഓക്കെ, ഏതാണോ വലുത് അത് വെച്ചിട്ട് ആ ഡെപ്ത് കൂടുതൽ വരുന്ന ഡെപ്ത് വെച്ചിട്ട് നമ്മൾ ഡിസൈൻ ചെയ്യുന്നുള്ളതാണ്. അപ്പൊ ഏതൊക്കെയാണ് ആ ക്രൈറ്റീരിയ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ ക്രൈറ്റീരിയ 1 എന്ന് പറയുന്നത് 1 വേ ഷിയർ ക്രൈറ്റീരിയ. രണ്ടാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് 2 വേ ഷിയർ ക്രൈറ്റീരിയൻ അല്ലെങ്കിൽ പഞ്ചിങ് ഷിയർ ക്രൈറ്റീരിയ എന്ന് പറയും. മൂന്നാമത്തത് ബെൻഡിങ് മൊമെന്റ് ക്രൈറ്റീരിയ. ഓക്കെ, 3 ക്രൈറ്റീരിയകളാണ്. അപ്പൊ അത് ഓർത്തിരിക്കണം. 1 1 വേ ഷിയർ ക്രൈറ്റീരിയൻ, 2 2 വേ ഷിയർ ക്രൈറ്റീരിയൻ, 3 ബെൻഡിങ് മൊമെന്റ് ക്രൈറ്റീരിയൻ. ഓക്കെ, അപ്പൊ ഇത് ഓരോന്നും എന്തൊക്കെയാന്നുള്ളത് നമുക്ക് ക്ലിയർ ആയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഓരോ ക്രൈറ്റീരിയ എന്താണ്, ഇത് നമ്മൾ സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, ഓരോന്നിലും ഡെപ്ത് സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാന്നൊക്കെ നമ്മൾ നോക്കാനായിട്ടുണ്ട്. ഓക്കെ, ആദ്യം നമുക്ക് 1 വേ ഷിയർ ക്രൈറ്റീരിയൻ എന്താന്നുള്ളത് നോക്കാം. ഓക്കെ, 1 വേ ഷിയർ ക്രൈറ്റീരിയൻ എന്താന്നുള്ളത് നോക്കാം. അപ്പൊ നമുക്ക് ഒരു ഫൂട്ടിംഗ് ഉണ്ട്. ഓക്കെ, ഇപ്പൊ ഫൂട്ടിംഗ് ആണെന്ന് വിചാരിച്ചു. അപ്പൊ ഇത് കണക്റ്റഡ് ആണെന്നുള്ള രീതിയിൽ തന്നെ കൺസിഡർ ചെയ്തോ. ഇതിപ്പോ ഒരു ഫൂട്ടിംഗ് ആണ്. ഓക്കെ, അപ്പൊ ഈ ഫൂട്ടിംഗ് ഇവിടെ നിങ്ങൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാല് ലോഡ് വരുന്നത് ഈ ഒരു കോളത്തിലൂടെയാ വരുന്നത് അല്ലെ. ഈ ഒരു കോളത്തിലൂടെയാ ലോഡ് താഴോട്ടേക്ക് വരുന്നത്. അപ്പൊ ഈ ഫൂട്ടിങ്ങിലൂടെ ട്രാൻസ്ഫർ ചെയ്തിട്ട് ഇതിവിടെ എക്സേർട്ട് ചെയ്യും അല്ലെ, താഴോട്ടേക്ക് ആക്ട് ചെയ്യും. ഓക്കെ, ഈ ഫൂട്ടിങ്ങിലൂടെ ഇത് സോയിലേക്ക് താഴോട്ടേക്ക് ആക്ട് ചെയ്യും. എന്നാൽ ഇതിന് ഈക്വലന്റ് ആയിട്ട്, ഈ വരുന്ന ഫോഴ്സിന് ഈക്വലന്റ് ആയിട്ട് മേലോട്ടേക്ക് സോയിൽ പ്രഷർ ആക്ട് ചെയ്യല്ലോ. ഇപ്പൊ നമ്മൾ പഠിച്ചത് സോയിൽ പ്രഷർ വരുന്ന കാൽക്കുലേറ്റ് ചെയ്യുന്ന പഠിച്ചത് അല്ലെ. അപ്പം ഓക്കെ, ഇപ്പം താഴോട്ടേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. താഴോട്ടേക്ക് ആക്ട് ചെയ്യുന്നതിന് ഓപ്പോസ് ചെയ്തുകൊണ്ട് സോയിൽ പ്രഷർ മേലോട്ടേക്ക് ആക്ട് ചെയ്യും. അപ്പൊ സോയിൽ പ്രഷർ ആണ് ഇപ്പൊ ഞാൻ ഏരോ മാർക്ക് കൊടുത്തിട്ട് മേലോട്ടേക്ക് ആക്ട് ചെയ്യുന്നത് നിങ്ങൾ വിചാരിച്ചോളൂ. അപ്പൊ ഇവിടെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ലോഡ് താഴോട്ടേക്ക് ആക്ട് ചെയ്യുന്നത് വരുന്നത് ഈ ഒരു പോർഷൻ ആണ് വരുന്നത് അല്ലെ. അപ്പൊ ഇത് ഈ ഫോഴ്സ്, ഈ വരുന്ന ഫോഴ്സിന് ഈക്വൽ ആയിട്ട് ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ആ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത ഫോഴ്സിനനുസരിച്ച് ഇവിടെ മേലോട്ടേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും ഒരു പോർഷൻ നോക്കിക്കഴിഞ്ഞാൽ, അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ ഈ ഒരു പോർഷൻ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ശരിക്കും ഒരു കാൻഡിലിവർ ബീം പോലെയല്ലേ ഉള്ളത്. ഒരു ബീമിനെ പോലെ കൺസിഡർ ചെയ്താൽ ഒരു കാൻഡിലിവർ ബീം എന്നുള്ള നിലയിലല്ലേ ഉള്ളത്. നോക്കിക്കഴിഞ്ഞാൽ സപ്പോർട്ട്, ഇത് ഈ പോർഷൻ സപ്പോർട്ട് പോർഷൻ. ഓക്കെ, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്നു, ഇവിടെ നിന്ന് ഇപ്പുറത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്നു. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ കാൻഡിലിവർ പോർഷനിൽ ലോഡ് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ആക്ട് ചെയ്യുന്നു. ഓക്കെ, ആക്ച്വലി ഇവിടെ ശരിക്കും ഈ പോർഷനിലൊന്നും ലോഡ് താഴോട്ടേക്ക് വരുന്നുണ്ടായിരുന്നില്ല. ശരിക്കും ഈ ഒരു പോർഷനിൽ മാത്രമാണ് ലോഡ് വരുന്നത്. അത് ഇങ്ങോട്ടേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വരിക ചെയ്യുന്നു. അപ്പൊ ഇവിടെ അതിനനുസരിച്ച് സോയിൽ പ്രഷർ ഇവിടെ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ സോയിൽ പ്രഷർ മേലോട്ടേക്ക് ആക്ട് ചെയ്യുമ്പോൾ ശരിക്കും നമ്മുടെ ഒരു ബീം പോലെ തന്നെയായി, കാൻഡിലിവർ ബീം പോലെ തന്നെയായി. അപ്പൊ ഈ ഒരു കാൻഡിലിവർ ബീമിന്റെ അകത്ത് താഴേന്ന് മേലോട്ടേക്ക് ഫോഴ്സ് ആക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ കാര്യം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ മേലോട്ടേക്ക് ആക്ട് ചെയ്യുമ്പോൾ ഓക്കെ, അതായത് ഇതിപ്പോ 2 ബീം എന്നുള്ള രീതിയിൽ, ഇപ്പൊ ഈ ഫിഗറിൽ കാണുന്ന 2 ബീം എന്നുള്ള രീതിയിൽ നമുക്ക് എടുക്കാം. ഓക്കെ, ഇത് സപ്പോർട്ട്,
ഓക്കെ, അപ്പൊ കാൻഡിലിവർ ആയതുകൊണ്ട് തന്നെ ഈ ലോഡ് ആക്ട് ചെയ്യുമ്പോൾ ഇവിടെ ബെൻഡിങ് സംഭവിക്കാം, അല്ലെ, ഷിയർ ഫോഴ്സ് ഡെവലപ്പ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അത് അങ്ങനെ ആ കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ഈ 3 ക്രൈറ്റീരിയാസ് ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ആദ്യത്തെ ക്രൈറ്റീരിയ വൺ വേ ഷിയർ എന്ന് പറയുമ്പോൾ, ഇപ്പൊ ഒരു കാൻഡിലിവർ ബീം ഉണ്ടെങ്കിൽ അതിൽ മാക്സിമം ഷിയർ എവിടെയാ വരിക എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലെ, മാക്സിമം ഷിയർ ഫോഴ്സ് അല്ലെങ്കിൽ ആ ക്രിട്ടിക്കൽ സെക്ഷൻ എവിടെയാന്നുള്ളത്. ഇപ്പം കാൻഡിലിവർ മാത്രമല്ല, ഇപ്പം സിംപ്ലി സപ്പോർട്ട് ആണെങ്കിലും ക്രിട്ടിക്കൽ സെക്ഷൻ എവിടെയാ വരിക എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, അല്ലെ. നമ്മൾ കഴിഞ്ഞ DCS 1 പഠിച്ച സമയത്ത് രണ്ടാമത്തെ മൊഡ്യൂളിൽ ആ ഷിയറിന്റെ ക്രിട്ടിക്കൽ സെക്ഷൻ എവിടെയാ വരിക എന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. അപ്പൊ ഇവിടെ ഈ ബീം പോലെ ആക്ട് ചെയ്യുന്ന സമയത്ത് ലോഡ് ഇവിടുന്ന് താഴേന്ന് മേലോട്ടേക്ക് ആക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇത് ഇവിടെ ഈ ഒരു പർട്ടിക്കുലർ ബീം നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്ന ഈ ഫൗണ്ടേഷന്റെ സ്ലാബില്, ഓക്കെ, ഫൗണ്ടേഷന്റെ സ്ലാബ് അല്ലെങ്കിൽ ഈ ഫൗണ്ടേഷന്റെ പോർഷനിൽ ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിൽ ഷിയർ ക്രിട്ടിക്കൽ ആവുന്നുണ്ട്. ക്രിട്ടിക്കൽ ഷിയർ, അതായത് മാക്സിമം ഷിയർ ആ ഒരു പർട്ടിക്കുലർ പോർഷനിൽ ഡെവലപ്പ് ചെയ്യും. ഷിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ എഫക്ട് എന്ന് പറഞ്ഞാൽ എന്താ, കട്ട് ചെയ്ത് പോകാനുള്ള ടെൻഡൻസി, അല്ലെ, കട്ട് ചെയ്ത് പോകാൻ. അതായത് ഈ ഫോഴ്സ് കാരണം ഇവിടെ മേലോട്ടേക്ക് ചെത്തി പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും, മേലോട്ടേക്ക് ചെത്തി പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും, ഇവിടെ കട്ട് ചെയ്ത് പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും, അല്ലെ. അതായത് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഈ ഡെപ്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അതിന്റെ റെസിസ്റ്റൻസ് വരിക. ഓക്കെ, അപ്പൊ ഇവിടെ ഏതാണ് ക്രിട്ടിക്കൽ സെക്ഷൻ എന്നുള്ളത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ആ ക്രിട്ടിക്കൽ സെക്ഷന് കറസ്പോണ്ടിങ് ആയിട്ടാണ് അവിടെ മാക്സിമം ഷിയർ വരിക. അപ്പൊ ആ മാക്സിമം ഷിയർ ആ പർട്ടിക്കുലർ ലൊക്കേഷനിൽ വരുമ്പോൾ അതിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡെപ്ത് ആയിരിക്കണം, ആ ഷിയറിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡെപ്ത് ആയിരിക്കണം നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ അങ്ങനെ സേഫ് ആയിട്ട് നിൽക്കുന്ന രീതിയിൽ എത്രയാണോ ഡെപ്ത്, അതാണ് നമ്മൾ ഈ വൺ വേ ഷിയർ ക്രൈറ്റീരിയയിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ക്രിട്ടിക്കൽ സെക്ഷൻ ഇതുപോലെ വരുന്ന ഒരു ബീം പോലെ ആക്ട് ചെയ്യുന്ന രീതിയിൽ ക്രിട്ടിക്കൽ സെക്ഷൻ എവിടെയാ വരിക എന്നുള്ള നമുക്കറിയാം. നോർമൽ കേസിൽ നമുക്ക് എന്ത് പറയാം, അറ്റ് ദ ഫേസ് ഓഫ് ദ സപ്പോർട്ട് എന്ന് പറയാം, അല്ലെ. ഫേസ് ഓഫ് ദ സപ്പോർട്ട് നമുക്ക് പറയാം. ഇവിടെ ഫേസ് ഓഫ് ദ സപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഏതാണ്, ഇതല്ലേ സപ്പോർട്ട്. ഫേസ് ഓഫ് ദ സപ്പോർട്ട് എന്ന് പറയുന്നത് ഇതാണ്. എന്നാൽ ആക്ച്വലി നമ്മള് കറക്റ്റ് ആ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് എക്സാക്ട്ലി അറ്റ് ദ ഫേസ് ഓഫ് ദ സപ്പോർട്ട് അല്ല, അല്ലെ. നമ്മൾ അത് പഠിച്ചിട്ടുണ്ടായിരുന്നു, കോഡ് വെച്ചിട്ട് നമ്മൾ അത് പഠിച്ചിരുന്നു. അപ്പൊ കോഡിൽ IS 456 പേജ് നമ്പർ 36 എടുക്കുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ ക്രിട്ടിക്കൽ സെക്ഷൻ ഫോർ ഷിയർ, അല്ലെ. ദ ഷിയേഴ്സ് കമ്പ്യൂട്ടഡ് അറ്റ് ദ ഫേസ് ഓഫ് ദ സപ്പോർട്ട് ഷാൽ ബി യൂസ്ഡ് ഇൻ ദ ഡിസൈൻ ഓഫ് ദ മെമ്പർ അറ്റ് ദ സെക്ഷൻ എക്സെപ്റ്റ് ആസ് ഇൻ 22.6.2.1. അപ്പൊ ഈ ക്രൈറ്റീരിയയിൽ പറയുന്ന കാര്യങ്ങൾ വരുന്ന കാര്യങ്ങൾ ഒഴികെ ബാക്കിയൊക്കെ ഫേസിൽ കൊടുക്കാന്നാ പറയുന്നത്. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് when the reaction in the direction of the applied shear introduces compression into the end region of the member, അതായത് സപ്പോർട്ടിലേക്ക്, ഓക്കെ, എൻസിലേക്ക് കംപ്രഷൻ വരുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, സെക്ഷൻസ് ലൊക്കേറ്റഡ് അറ്റ് എ ഡിസ്റ്റൻസ് ലെസ് ദാൻ D from the face of the support may be designed for the same shear as that computed at a distance D. ഓക്കെ, അപ്പൊ ക്രിട്ടിക്കൽ സെക്ഷൻ എന്ന് പറഞ്ഞ് നമ്മൾ എടുക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ഫേസ് ഓഫ് ദ സപ്പോർട്ട് എന്ന് D ഡിസ്റ്റൻസ് മാറിയിട്ട് എത്രയാണോ ഷിയർ വരുന്നത്, ആ ഷിയർ വെച്ചിട്ട് തന്നെയാണ് ബാക്കി സപ്പോർട്ടിലേക്ക് വരുന്ന ഷിയറും നമ്മൾ ഡിസൈൻ ചെയ്യാന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഈ ഒരു ഫിഗർ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു ഫിഗർ C നോക്കി കഴിഞ്ഞാൽ ഇവിടെ ലോഡ് താഴോട്ടേക്ക് ആക്ട് ചെയ്യുന്നു. ഇവിടെ ഈ സപ്പോർട്ട് കംപ്രസ്ഡ് അല്ല, അല്ലെ. ഇവിടെ സപ്പോർട്ടിൽ വേറെ ഒന്നുമില്ല. ഇതിവിടെ ഈ ബലം വരുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ ഒരു പോർഷനെ ബേസ് ചെയ്തിട്ടാണ് പിടുത്തം വരുന്നത്. അപ്പൊ ഇവിടെ ഈ ഫോഴ്സ് താഴോട്ടേക്ക് ആക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് പോകാനുള്ള ടെൻഡൻസി ഉണ്ടാവും, അല്ലെ, ഇങ്ങനെ ചെത്തി പോകാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അപ്പം ഇത് ഫേസ് ഓഫ് ദ സപ്പോർട്ടിൽ തന്നെയാണ്. എന്നാൽ ഇവിടെ നോക്കുമ്പോൾ ഇങ്ങനെ ഈ ഒരു ഫിഗറിൽ എന്ന് പറയുന്ന ഫിഗറിൽ നോക്കുമ്പോൾ ഇവിടെ സപ്പോർട്ട് ഉണ്ട്. ലോഡ് താഴോട്ടേക്ക് ആക്ട് ചെയ്യുമ്പോൾ ഈ സപ്പോർട്ട് കംപ്രസ്ഡ് ആയിട്ടാണുള്ളത്. അതേപോലെ ഇവിടെ നോക്കുമ്പോൾ ഈ ഒരു ഫിഗർ നോക്കുമ്പോഴും ലോഡ് താഴോട്ടേക്ക് ആക്ട് ചെയ്യുന്നു. സപ്പോർട്ടിൽ ഇവിടെ നോക്കുമ്പോൾ ഈ ഒരു സപ്പോർട്ട് പോർഷനിൽ നോക്കുമ്പോൾ സപ്പോർട്ട് കംപ്രസ്ഡ് ആയിട്ടാണ്, താഴോട്ടേക്ക് പോകാൻ അനുവദിക്കാതെ ഒരു സപ്പോർട്ട് ഉണ്ട്. ഇവിടെ സപ്പോർട്ട് ഇല്ലായിരുന്നു ഈ ഒരു ഫിഗറിൽ. അപ്പൊ അങ്ങനെ സപ്പോർട്ട് ഇല്ലാതെ, അതായത് കംപ്രസ്ഡ് അല്ലാത്ത കേസിൽ ഫേസ് ഓഫ് ദ സപ്പോർട്ട് ആണ് ക്രിട്ടിക്കൽ സെക്ഷൻ ആയിട്ട് എടുക്കുക. എന്നാൽ ഇവിടെ സപ്പോർട്ട് വരുമ്പോൾ ഈ സപ്പോർട്ട് വരുന്ന സമയത്ത് ഈ ഒരു എൻ പോർഷൻ കംപ്രസ്ഡ് ആവും. അപ്പൊ നമ്മൾ സെക്ഷൻ ക്രിട്ടിക്കൽ ആവുന്നത് ഈ ഫേസ് ഓഫ് ദ സപ്പോർട്ടിന് D ഡിസ്റ്റൻസ് മാറിയിട്ട് എടുക്കുക എന്നുള്ളത് നമ്മൾ DCS 1 പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെയും കംപ്രസ്ഡ് ആവുന്നുണ്ട്, ഇവിടെയും കംപ്രസ്ഡ് ആവുന്നുണ്ട്. അതായത് ലോഡ് ആക്ട് ചെയ്യുന്ന സമയത്ത് ഇതാണ് സപ്പോർട്ട് വരുന്നത്. അപ്പൊ സപ്പോർട്ടിൽ ഈ ഒരു സപ്പോർട്ട് പോർഷനിലേക്ക് ലോഡ് ആക്ട് ചെയ്യുന്ന സമയത്ത് ഇത് കംപ്രസ്ഡ് ആയിട്ട് തന്നെയാണ് ഈ എൻ റീജിയൻ ഉള്ളത്. ഓക്കെ, സപ്പോർട്ട് ഇവിടെ ഉണ്ട്. ഇത് മേലോട്ടേക്ക് ആക്ട് ചെയ്യുമ്പോൾ ഈ ഒരു പോർഷൻ കംപ്രസ്ഡ് ആയിട്ട് തന്നെയാണ് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ക്രിട്ടിക്കൽ സെക്ഷൻ എന്നുള്ളത് ഫേസ് ഓഫ് ദ സപ്പോർട്ടിന് D ഡിസ്റ്റൻസ് മാറിയിട്ടാണ് എടുക്കുക. ഓക്കെ, അപ്പൊ D ഡിസ്റ്റൻസ് മാറിയിട്ട് ഫേസ് ഓഫ് ദ സപ്പോർട്ട്, അതായത് കോളത്തിന്റെ ഫേസ് നിന്ന് D ഡിസ്റ്റൻസ് മാറിയിട്ടുള്ളത് വൺ വേ ഷിയറിന്റെ ക്രിട്ടിക്കൽ സെക്ഷൻ ആയിട്ട് നമ്മൾ എടുക്കും. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു.
ഇനി രണ്ടാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് പഞ്ചിങ് ഷിയർ ആണ്. ഓക്കെ, അതായത് ടു വേ ഷിയർ അല്ലെങ്കിൽ പഞ്ചിങ് ഷിയർ എന്ന് നമുക്ക് പറയാം. അപ്പൊ ഇവിടെ പഞ്ചിങ് ഷിയർ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പം ഈ കോളത്തിന്റെ വെയിറ്റ് ഇങ്ങനെ ആക്ട് ചെയ്യാണ് അല്ലെ, മേലെ നിന്ന് താഴോട്ടേക്ക് ആക്ട് ചെയ്യാണ്. അതുപോലെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ സോയിൽ പ്രഷർ മേലോട്ടേക്ക് ആക്ട് ചെയ്യാണ്. അപ്പൊ ഇവിടെ ഒരു ടെൻഡൻസി ഉണ്ടാവും ഈ കോളത്തിന്റെ പോർഷന് താഴോട്ടേക്ക് പോവാനും ഈ പോർഷന് മേലോട്ടേക്ക് പോവാനും. അതായത് ഇവിടെ പഞ്ച് ചെയ്ത് ഈ കോളം താഴോട്ടേക്ക് വന്നിട്ട് അങ്ങനെ ഷിയർ ആയിട്ട് ഫെയിൽ ആവാനുള്ള സാധ്യതയുണ്ട്. മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഈ കോളത്തിന്റെ വെയിറ്റ് താഴോട്ടേക്ക്, കോളത്തിന്റെ ലോഡ് ഇങ്ങനെ ആക്ട് ചെയ്യാണ്. ഇവിടെ സോയിൽ പ്രഷർ മേലോട്ടേക്ക് എക്സേർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ താഴോട്ടേക്ക് ആക്ട് ചെയ്യും, ഇത് മേലോട്ടേക്ക് ആക്ട് ചെയ്യുകയും ചെയ്യുമ്പോൾ ഇത് തമ്മിൽ, അതായത് ഇത് താഴോട്ടേക്കും പോകും ഇത് മേലോട്ടേക്കും പോയിട്ട് അങ്ങനെ സ്ലൈഡ് ആയിട്ട് ഫെയിൽ ആവാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. അപ്പൊ അതിന് പറയുന്നതാണ് ടു വേ ഷിയർ എന്ന് പറയുന്നത്. ഓക്കെ, പഞ്ചിങ് ഷിയർ. അതായത് കോളം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇപ്പൊ ഫൂട്ടിങ്ങിന്റെ സ്ലാബ് ഉണ്ട്, കോളത്തിന്റെ വെയിറ്റ് താഴോട്ടേക്ക് ആക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കോളം താഴോട്ടേക്ക് ആക്ട് ചെയ്യുന്ന സമയത്ത് ആ കോളം സ്ലാബിലൂടെ അങ്ങനെ കുഴിഞ്ഞു പോകാനുള്ള ഒരു ടെൻഡൻസി. ഓക്കെ, ആ സ്ലാബിന്, ഫൂട്ടിങ്ങിന്റെ സ്ലാബിന് ഇതിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റാത്ത റെസിസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ലാതെ ഇത് താഴോട്ടേക്ക് കുഴിഞ്ഞു പോകാൻ, ഓക്കെ, അതായത് ഈ സോയിൽ പ്രഷർ കാരണം താഴോട്ടേക്ക് കുഴിഞ്ഞു പോകാനുള്ള ഒരു ടെൻഡൻസി. ഓക്കെ, അങ്ങനെ വരുന്ന ഷിയറിനാണ് പഞ്ചിങ് ഷിയർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ടു വേ ഷിയർ എന്ന് പറയുന്നത്. അപ്പൊ അതിനെ റെസിസ്റ്റ് ചെയ്യാൻ എത്രമാത്രം ഡെപ്ത് പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതാണ് ടു വേ ഷിയർ ക്രൈറ്റീരിയം പ്രകാരം ഡെപ്ത് കാൽക്കുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പൊ ഇതിൽ ക്രിട്ടിക്കൽ സെക്ഷൻ എന്ന് പറഞ്ഞു വരുന്നത്, ഇതിപ്പം നമുക്കറിയാം ഇതിങ്ങനെ പോകുന്ന സമയത്ത് കറക്റ്റ് ഈ ഫേസിലാണ് ഇപ്പൊ ഞാൻ കാണിച്ചിരിക്കുന്നത്. എന്നാൽ കറക്റ്റ് ഫേസിലല്ല, കുറച്ച് മാറിയിട്ടാണ് നമ്മൾ ക്രിട്ടിക്കൽ സെക്ഷൻ കൺസിഡർ ചെയ്യുന്നത്. നമ്മൾ വൺ വേ ഷിയറിൽ ക്രിട്ടിക്കൽ സെക്ഷൻ ഡി ഡിസ്റ്റൻസിലാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഇവിടെ നമ്മൾ d/2 അതിനേക്കാളും കുറഞ്ഞിട്ടുള്ള d/2 എന്ന് പറയുന്ന, അതായത് ഫേസ് ഓഫ് ദ കോളത്തിൽ നിന്ന് d/2 ഡിസ്റ്റൻസ് മാറിയിട്ടാണ് നമ്മൾ ക്രിട്ടിക്കൽ സെക്ഷൻ എടുക്കുന്നത്. ഓക്കെ, അതാവുമ്പോൾ കോളത്തിന്റെ ചുറ്റും വരും ആ ക്രിട്ടിക്കൽ സെക്ഷൻ. എനിക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. കോളത്തിന്റെ ചുറ്റും ആ ക്രിട്ടിക്കൽ സെക്ഷൻ വരും. ഇപ്പൊ ഞാൻ ഈ ഒരു ഫിഗർ കാണിക്കുകയാണെങ്കിൽ ഇതാ, ഇതിന്റെ ചുറ്റും d/2 ഡിസ്റ്റൻസിന് കറസ്പോണ്ടിങ് ആയിട്ട് ആ ക്രിട്ടിക്കൽ ഷിയർ, ആ ക്രിട്ടിക്കൽ സെക്ഷൻ വരും. ടു വേ ഷിയർ ക്രൈറ്റീരിയൻ കാരണമുള്ള ക്രിട്ടിക്കൽ സെക്ഷന്റെ ചുറ്റും വരും. കാരണം ഇത് കോളം താഴോട്ട് ആക്ട് ചെയ്യുമ്പോൾ അത് എല്ലാ സൈഡിൽ നിന്നും കൂടിയാണ് അല്ലെ, അത് സ്ലൈഡ് ചെയ്ത് പോകാനുള്ള ടെൻഡൻസി എല്ലാ സൈഡിലും ഒരുപോലെയാണ് വരുന്നത്. അപ്പം ടു വേ ഷിയർ ക്രൈറ്റീരിയയില് 4 സൈഡിലും, അതായത് ഈ ഒരു പർട്ടിക്കുലർ ഈ സൈഡ് അങ്ങനെ ഈ 4 സൈഡിലും ആ ഒരു ടു വേ ഷിയറിന്റെ എഫക്ട് വരും. അങ്ങനെ സ്ലൈഡ് ചെയ്ത് പോവാനുള്ള ആ ഒരു ടെൻഡൻസി ഉണ്ടാവും. അപ്പൊ അതിനെ റെസിസ്റ്റ് ചെയ്യാൻ എത്രമാത്രം ഡെപ്ത് കൊടുക്കണോ ആ ഡെപ്ത് എത്രയാന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ആദ്യത്തെ വൺ വേ ഷിയർ ക്രൈറ്റീരിയം പ്രകാരം, ഓക്കെ, അതായത് അതൊരു കാൻഡിലിവർ പോലെ ആക്ട് ചെയ്യുമ്പോൾ ക്രിട്ടിക്കൽ സെക്ഷൻ എന്ന് പറയുന്നത് ഫേസ് ഓഫ് ദ സപ്പോർട്ടിന് d ഡിസ്റ്റൻസ് മാറിയിട്ടാണ് ആ സെക്ഷൻ, ആ വരുന്ന ആ ക്രിട്ടിക്കൽ ഷിയറിന് അല്ലെങ്കിൽ ആ വൺ വേ ഷിയറിനെ റെസിസ്റ്റ് ചെയ്യാൻ എത്രമാത്രം ഡെപ്ത് കൊടുക്കണോ അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. രണ്ടാമത്തത് ടു വേ ഷിയർ ക്രൈറ്റീരിയ, അതായത് പഞ്ചിങ് ഷിയർ ആണ്. കോളവും സ്ലാബും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും, സ്ലാബിന്റെ പോർഷൻ മേലോട്ടേക്കും ഇത് താഴോട്ടേക്കും ആണ് പ്രഷർ എക്സേർട്ട് ചെയ്യുന്നത്. അപ്പൊ അത് തമ്മിൽ സ്ലൈഡ് ചെയ്ത് പോകാൻ, കോളം ആ സ്ലാബിന് തുളച്ചു പോകാനുള്ള ഒരു ടെൻഡൻസി, അവിടെ നിൽക്കാതെ അങ്ങനെ പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. അപ്പൊ അതിനാണ് ടു വേ ഷിയർ എന്ന് പറയുന്നത്. അപ്പൊ അതിനെ റെസിസ്റ്റ് ചെയ്യാൻ എത്രമാത്രം ഡെപ്ത് പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഇനി മൂന്നാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ബെൻഡിങ് മൊമെന്റ് ക്രൈറ്റീരിയ എന്നുള്ളതാണ്. ബെൻഡിങ് മൊമെന്റ് ക്രൈറ്റീരിയ ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞു അല്ലെ, ഒരു കാൻഡിലിവർ ബീം പോലെ തന്നെയാണ് ഇത് ഈ സ്ലാബ് വന്നിരിക്കുന്ന, ഫൗണ്ടേഷന്റെ സ്ലാബ്. അപ്പൊ ഈ ഫോഴ്സ് ഇങ്ങനെ മേലോട്ട് ആക്ട് ചെയ്യുമ്പോൾ ഇവിടെ ബെൻഡിങ് മൊമെന്റ് ഡെവലപ്പ് ചെയ്യാം അല്ലെ, കാൻഡിലിവർ ബീമിൽ ഡെവലപ്പ് ചെയ്യുന്ന പോലെ തന്നെ ബെൻഡിങ് മൊമെന്റ് ഡെവലപ്പ് ചെയ്യാം. അപ്പം ആ ഡെവലപ്പ് ചെയ്യുന്ന ബെൻഡിങ് മൊമെന്റിനെ റെസിസ്റ്റ് ചെയ്യാൻ എത്രമാത്രം ഡെപ്ത് പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഡെപ്ത് ആണ് ബെൻഡിങ് മൊമെന്റ് ക്രൈറ്റീരിയ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ബെൻഡിങ് മൊമെന്റ് ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ അതാണ്. ഇപ്പൊ ഒരു ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ബീമായിട്ട് തന്നെയാണ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ ബീമായിട്ട് ആക്ട് ചെയ്യുമ്പോൾ പിന്നെ അവിടെ എന്ത് സംഭവിക്കാം, അവിടെ ബെൻഡിങ് മൊമെന്റ് ഡെവലപ്പ് ചെയ്യാം അല്ലെ. ലോഡ് മേലോട്ട് ആക്ട് ചെയ്യുമ്പോൾ ഇതുപോലെ ബെൻഡ് ചെയ്യും അല്ലെ, ഇങ്ങനെ ബെൻഡ് ചെയ്യാനുള്ള ടെൻഡൻസി ഇല്ലേ. ഷിയർ മാത്രമല്ല, ഷിയറും ബെൻഡിങ്ങും ഉണ്ടാവും. അപ്പൊ ബെൻഡിങ്ങിന്റെ ടെൻഡൻസി, ബെൻഡിങ് ഇതുപോലെ ബെൻഡ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അപ്പൊ ബെൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കറിയാം ഇവിടെ ലോഡ് താഴേന്ന് മേലോട്ട് ആക്ട് ചെയ്യുമ്പോൾ കാൻഡിലിവർ ആയതുകൊണ്ട് തന്നെ ടോപ്പിൽ ടെൻഷനും ബോട്ടത്തിൽ ഇവിടെ ഈ ഫൂട്ടിംഗ് പ്രകാരം ബോട്ടത്തില് ടെൻഷനും ഇവിടെ ടോപ്പിൽ കംപ്രഷനുമാണ് വരിക. കാരണം ലോഡ് താഴേന്ന് മേലോട്ട് ആക്ട് ചെയ്യുന്നതുകൊണ്ട്, കാൻഡിലിവർ ആയതുകൊണ്ട്. ഓക്കെ, അപ്പം മാക്സിമം ബെൻഡിങ് മൊമെന്റ് വരിക എന്ന് പറയുന്നത് അടുത്ത സപ്പോർട്ട് ആയിരിക്കും അല്ലെ. ഒരു കാൻഡിലിവറിൽ നോക്കിക്കഴിഞ്ഞാൽ ലോഡ് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പം മാക്സിമം ബെൻഡിങ് മൊമെന്റ് വരിക എന്ന് പറയുന്നത് സപ്പോർട്ടിലേക്കാണ്.
അപ്പൊ അതേപോലെ തന്നെ ഇവിടെയും ഈ സപ്പോർട്ടിലേക്ക് മാക്സിമം ബെൻഡിങ് മൊമെന്റ് വരും. അപ്പൊ ആ ബെൻഡിങ് മൊമെന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് എത്രമാത്രം ഡെപ്ത് കൊടുക്കണോ അത് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് ഈ 3 ക്രൈറ്റീരിയാസ് എന്ന് പറയുന്നത്. വൺ വേ ഷിയർ ക്രൈറ്റീരിയ, അതായത് ക്രിട്ടിക്കൽ സെക്ഷൻ അറ്റ് എ ഡിസ്റ്റൻസ് ഡി ഫ്രം ദ ഫേസ് ഓഫ് ദ സപ്പോർട്ട്. രണ്ടാമത്തെ ടു വേ ഷിയർ എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ സെക്ഷൻ വരുന്നത് ഫേസ് ഓഫ് ദ അതായത് കോളത്തിന്റെ ഫേസ് നിന്ന് D/2 ഡിസ്റ്റൻസ് മാറിയിട്ട് ചുറ്റും വരും. അതാണ് പഞ്ചിങ് ഷിയർ അല്ലെങ്കിൽ ടു വേ ഷിയർ കാരണമുള്ള ക്രിട്ടിക്കൽ സെക്ഷൻ വരുന്ന പൊസിഷൻ. ബെൻഡിങ് മൊമെന്റ് കാരണം വരുന്ന ക്രിട്ടിക്കൽ സെക്ഷൻ എന്ന് പറയുന്നത് ഫേസ് ഓഫ് ദ സപ്പോർട്ട് തന്നെയാണ്, അതായത് കോളത്തിന്റെ ഫേസ് തന്നെയാണ്. നമുക്കറിയാം, നമ്മൾ ഓൾറെഡി ബീമിന്റെ കേസിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ വരുന്ന ബെൻഡിങ് മൊമെന്റ് എത്രയാ വരുന്നത് എന്നുള്ള മാക്സിമം ബെൻഡിങ് മൊമെന്റ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട്, സപ്പോർട്ടിൽ വരുന്ന ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എത്രയാണോ ഡെപ്ത് കൊടുക്കേണ്ടത് അത് നമ്മൾ കണ്ടുപിടിക്കും. ഓക്കെ, അപ്പൊ ഈ 3 ക്രൈറ്റീരിയാസ് വെച്ചിട്ട് നമ്മൾ ഡെപ്ത് കണ്ടുപിടിക്കും. ഈ 3 ക്രൈറ്റീരിയാസിലും ഈ ഫൂട്ടിങ് സേഫ് ആവാൻ എത്ര ഡെപ്ത് കൊടുക്കണം ഓരോ കേസിലും നമ്മൾ സെപ്പറേറ്റ് കണ്ടുപിടിച്ചിട്ട് അതിൽ ഏതാണോ കൂടുതൽ വാല്യൂ വരുന്നത് ആ വാല്യൂ ആണ് നമ്മൾ ഡെപ്ത് ആയിട്ട് അസ്യൂം ചെയ്യുക. ഓക്കെ, അപ്പൊ ഏതാണോ മാക്സിമം വാല്യൂ വരുന്നത് അത് നമ്മൾ ഡെപ്ത് ആയിട്ട് എടുക്കും. അങ്ങനെയാണ് നമ്മൾ ഡെപ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, step 4, calculate the depth of footing. Depth of footing is calculated by the following 3 criteria and highest value so calculated is adopted in the design. അപ്പോൾ 3 ക്രൈറ്റീരിയ കൺസിഡർ ചെയ്യും. ഓക്കെ, അതായത് വൺ വേ ഷിയർ ക്രൈറ്റീരിയൻ, ടു വേ ഷിയർ ക്രൈറ്റീരിയൻ, ബെൻഡിങ് മൊമെന്റ് ക്രൈറ്റീരിയൻ. ഇതിൽ ഏതാണോ ഏത് ക്രൈറ്റീരിയ പ്രകാരമുള്ള ഡി ആണോ ഏറ്റവും വലുത് അത് നമ്മൾ ഡിസൈനിൽ അഡോപ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് വൺ വേ ഷിയർ ക്രൈറ്റീരിയൻ പ്രകാരം എങ്ങനെയാണ് അവിടെ റിക്വയർഡ് ആയിട്ടുള്ള ഡെപ്ത് കണ്ടുപിടിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. ക്രിട്ടിക്കൽ സെക്ഷൻ ഫോർ വൺ വേ ഷിയർ ഈസ് ടേക്കൺ അറ്റ് എ ഡിസ്റ്റൻസ് ഡി ഫ്രം ദ ഫേസ് ഓഫ് ദ കോളം. ഓക്കെ, അപ്പൊ ക്രിട്ടിക്കൽ സെക്ഷൻ നമ്മൾ ഡി എന്ന് പറയുന്ന ഡിസ്റ്റൻസ്, അതായത് ഇപ്പം ഈ ഫിഗറിൽ നിങ്ങൾക്ക് കോളം കാണാം. ഓക്കെ, ഇത് ഫൂട്ടിങ് XY ഡയമെൻഷനുള്ള ഫൂട്ടിങ് ആണ്. അപ്പം ഈ കോളത്തിന്റെ ഫേസ് എന്ന് പറയുമ്പോൾ ഇതൊക്കെ കോളത്തിന്റെ ഫേസ് ആണ്. ഈ സൈഡ് ഇതൊക്കെ കോളത്തിന്റെ ഫേസ് ആണ്. കോളത്തിന്റെ ഫേസ് നിന്ന് ഡി ഡിസ്റ്റൻസ് മാറിയിട്ടാണ് ക്രിട്ടിക്കൽ സെക്ഷൻ വരിക. ഓക്കെ, അപ്പം ഇവിടുന്ന് കോളത്തിന്റെ ഫേസും ഡി ഡിസ്റ്റൻസ് മാറിയിട്ടാണ് ക്രിട്ടിക്കൽ സെക്ഷൻ വരിക. ഓക്കെ, അപ്പം ഇത്രയും പോർഷന് കറസ്പോണ്ടിങ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ഷിയർ ആയിരിക്കും ഈ ക്രിട്ടിക്കൽ സെക്ഷനിൽ ഉണ്ടാവുന്ന ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ ഇതിന്റെ അനദർ ആക്സിസ് നോക്കുകയാണെങ്കിൽ ഇതിപ്പം Y ആക്സിസിന് അലോങ് ആയിട്ടുള്ളതാണ്. X ആക്സിസിന് അലോങ് ആയിട്ടുള്ളതാണെങ്കിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ, ഇപ്പം ഈ ഡിസ്റ്റൻസിന് കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ ഇവിടുന്ന് കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കും നമ്മൾ ക്രിട്ടിക്കൽ സെക്ഷൻ. അതായത് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ കോളത്തുനിന്ന് ഡി ഡിസ്റ്റൻസ് മാറിയിട്ടുള്ളത് വരെയായിരിക്കും ക്രിട്ടിക്കൽ സെക്ഷൻ. ഓക്കെ, ഡി ഡിസ്റ്റൻസ് മാറിയിട്ടുള്ളത് അതാണ് ഈ പോർഷനിൽ കാണിച്ചിട്ടുള്ളത്. ഈ കോളത്തിന്റെ ഫേസിന് ഡി ഡിസ്റ്റൻസ് മാറിയിട്ടുണ്ട്. ഓക്കെ, അത് ഇപ്പുറത്തോ നമുക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കാം. ഞാനിപ്പോ ഒരു സൈഡ് മാത്രമാണ് എടുത്തത്. ഓക്കെ, അതായത് കോളത്തിന്റെ ഫേസിന്ന് X ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ട് X ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ കോളത്തിന്റെ ഫേസിന് ഡി ഡിസ്റ്റൻസ് മാറിയിട്ടുള്ള ഒരു ക്രിട്ടിക്കൽ സെക്ഷൻ. അതേപോലെ Y ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ട് കോളത്തിന്റെ ഫേസിന് ഡി ഡിസ്റ്റൻസ് മാറിയിട്ടുള്ള ഒരു സെക്ഷൻ. ഓക്കെ, അപ്പം ഇവിടെ ഡെവലപ്പ് ചെയ്യുന്ന ഷിയർ ഫോഴ്സ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഇവിടെ താഴേന്ന് മേലോട്ടേക്ക് ആക്ട് ചെയ്യുന്ന സോയിൽ പ്രഷർ ഉണ്ട് അല്ലെ. നമ്മൾ ആ ഫിഗർ എടുക്കുകയാണെങ്കിൽ ഓക്കെ, അതായത് ഈ ഒരു പോർഷൻ വരെ ഓക്കെ താഴേന്ന് മേലോട്ടേക്ക് ആക്ട് ചെയ്യുന്ന സോയിൽ പ്രഷർ ഉണ്ട്. അപ്പൊ ഈ ഒരു സെക്ഷനിൽ വരുന്ന ഷിയർ ഫോഴ്സ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓക്കെ, നമ്മൾ നോർമലി ഒരു ബീം ആണെങ്കിൽ ഒരു പർട്ടിക്കുലർ കിലോ ന്യൂട്ടൺ പെർ മീറ്റർ എന്ന് പറയുന്ന രീതിയിൽ ലോഡ് ആക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഷിയർ ഫോഴ്സ് കണ്ടുപിടിക്കുക? കാൻഡിലീവറിൽ ലോഡ് ഇൻറ്റു, അതായത് UDL ആണെങ്കിൽ ലോഡ് ഇൻറ്റു ഇതുവരെയുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും അല്ലെ. ഇതുവരെയുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും കാൻഡിലീവറിൽ ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് അല്ലെ. ഷിയർ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ആക്ച്വലി ഒരു സെക്ഷനിലെ ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് ആ സെക്ഷന്റെ റൈറ്റ് അല്ലെങ്കിൽ ലെഫ്റ്റിലുള്ള ടോട്ടൽ ഫോഴ്സസിന്റെ സം ആണ് ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് അല്ലെ. വെർട്ടിക്കൽ ഫോഴ്സ് ആണെങ്കിൽ ആ വെർട്ടിക്കൽ ഫോഴ്സസിന്റെ സം. ഇപ്പൊ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ലോഡ് ആക്ട് ചെയ്യുന്നത് എന്ന് പറയുന്നത് കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിലാണ്. ഏരിയ ലോഡാണ് അല്ലെ, ഏരിയ വൈസ് ആണ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിനെ കിലോ ന്യൂട്ടണിലേക്ക് മാറ്റണമെങ്കിൽ നമുക്ക് കിലോ ന്യൂട്ടന് കറസ്പോണ്ടിങ് ആയിട്ട് ആ ഷിയർ ഫോഴ്സ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ആക്ട് ചെയ്യുന്ന ലോഡിന്റെ മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ പ്രഷറിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് PU ആണ്, PU വാല്യൂ. ഓക്കെ, അത് കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിലായിരിക്കും. അപ്പൊ അത് ഇൻറ്റു ഈ ലെങ്ത് ചെയ്യണം, ഇൻറ്റു അനദർ ഡയമെൻഷനുള്ള ലെങ്ത്തും ചെയ്യണം. അതായത് ഈ ഒരു
ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കാണിക്കാം. ജസ്റ്റ് നിങ്ങൾക്ക് ഞാൻ ഉദ്ദേശം മനസ്സിലായോ എന്ന് അറിയില്ല. അതായത് ഇപ്പൊ ഞാൻ കാണിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാല് ഈ ഒരു പോർഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെപ്ത് വൈസ് വരച്ചതാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഫിഗറിൽ കണ്ടത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇതിന്റെ താഴേന്ന് ലോഡ് മേലോട്ടേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ ലോഡിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ PU എന്ന് പറയുന്ന കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിലാണ്. അപ്പം ഇതിനെ നമുക്ക് കിലോ ന്യൂട്ടണിലേക്ക് ആക്കണമെങ്കിൽ ഈ ലെങ്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് ഈ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണെന്നുള്ള പറയാം. അപ്പൊ ഈ ലെങ്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. പിന്നെ ഈ ഒരു പോർഷൻ, അതായത് ഇത്രയും പോർഷന്റെ ഏരിയ എടുക്കണം. കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിലായതുകൊണ്ട് ഇൻറ്റു ഏരിയ ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് അതിനെ കിലോ ന്യൂട്ടണിലേക്ക് ആക്കാൻ പറ്റുന്നത്. അപ്പൊ PU കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിലാണെങ്കിൽ ഇൻറ്റു ഈ ലെങ്ത്, അതായത് ക്രിട്ടിക്കൽ സെക്ഷൻ വരുന്ന ആ പോർഷൻ വരെയുള്ള ലെങ്ത്, പിന്നെ ഈ ഒരു ലെങ്തുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് ഇത്ര ഈ ഷെയ്ഡഡ് പോർഷന്റെ ഏരിയ ആയിരിക്കും നമ്മൾ PUവിന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അതായത് ഈ ഒരു പോർഷനിൽ വരുന്ന ഷിയർ ഫോഴ്സ് കിട്ടാനായിട്ട്. പറഞ്ഞ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. PU നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് പ്രഷർ ആണ്, സോയിൽ പ്രഷർ ആണ്, കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിലാണ്. അപ്പൊ നമ്മൾ നോർമലി കണ്ടുപിടിക്കുന്നത് പോലെ തന്നെ ഷിയറിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ നോർമൽ കിലോ ന്യൂട്ടൺ പെർ മീറ്ററിലാണ് തന്നിട്ടുള്ളതെങ്കിൽ, ജസ്റ്റ് ഇപ്പോൾ ഒരു ബീമിന്റെ കേസിൽ കിലോ ന്യൂട്ടൺ പെർ മീറ്ററിലുള്ള ഒരു UDL ആണെങ്കിൽ അത് ഇൻറ്റു നമ്മൾ ആ മാഗ്നിറ്റ്യൂഡ് ഇൻറ്റു ഈ ഡിസ്റ്റൻസ് ആണ് നമ്മൾ എടുക്കുക. എന്നാൽ ഇത് ഏരിയ വൈസ് കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആയതുകൊണ്ട് ഈ ലെങ്ത് മാത്രം എടുത്താൽ പോരാ, മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഡിസ്റ്റൻസും കൂടി എടുക്കണം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് ഇപ്പം ഞാനിപ്പം കാണിച്ചിരിക്കുന്ന ഈ ഫിഗറിൽ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, ഫിഗർ ഇപ്പൊ ഞാൻ കാണിച്ച ആ ഒരു ഡിസ്റ്റൻസ് D എന്ന് പറയുന്ന സെക്ഷനിലേക്കുള്ള ഈ ഡിസ്റ്റൻസ് ആണ്. ഇത് കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിലായതുകൊണ്ട് നമുക്ക് ഈ ഡിസ്റ്റൻസ് മാത്രം ചെയ്താൽ പോരാ, ഇൻറ്റു ഏരിയ ചെയ്യണം കിലോ ന്യൂട്ടണിൽ കിട്ടാൻ. അപ്പൊ ഇത്രയും പോർഷന്റെ ഏരിയ എന്ന് പറയുന്നത് ഇത് ഇൻറ്റു ഈ വാല്യൂ ചെയ്യണം. ഓക്കെ, അതായത് ഈ ഒരു ഫിഗർ പ്രകാരമാണെങ്കിൽ ഈ ഡിസ്റ്റൻസ് ഇൻറ്റു Y ചെയ്യണം. ഓക്കെ, അതേപോലെ നമുക്ക് ഈ ഒരു പോർഷനിൽ വരുന്ന ഷിയർ ഫോഴ്സിന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ, അതായത് ആ ഫാക്ടർ ചെയ്തിട്ടുള്ള ആ കോളം ലോഡ് കാരണം വരുന്ന ആ സോയിൽ പ്രഷറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഷിയർ ഫോഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ PU ഇൻറ്റു ഈ ഡിസ്റ്റൻസ്, ഓക്കെ, ഈ ഡിസ്റ്റൻസ് ഇൻറ്റു X ചെയ്യണം. ഇവിടെയുള്ള ഡിസ്റ്റൻസ് X ആണ്. അപ്പോഴാണ് നമുക്ക് ഈ ഒരു കറസ്പോണ്ടിങ് സെക്ഷനിലുള്ള ഷിയർ ഫോഴ്സ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ക്രിട്ടിക്കൽ സെക്ഷൻ ഫോർ വൺ വേ ഷിയർ ഈസ് ടേക്കൺ അറ്റ് എ ഡിസ്റ്റൻസ് D ഫ്രം ദ ഫേസ് ഓഫ് ദ കോളം. അപ്പം ഫേസ് ഓഫ് ദ കോളത്തിന് D ഡിസ്റ്റൻസ് മാറിയിട്ടാണ്. അപ്പൊ നമുക്ക് ഈ ഡിസ്റ്റൻസ് അറിയാം, Y ആന്നുള്ളത് അറിയാം. അതായത് ആ ഷിയർ ഫോഴ്സ് കണ്ടുപിടിക്കാൻ ഈ പോർഷന്റെ ഏരിയ വേണമെന്ന് പറഞ്ഞു, ഷെയ്ഡഡ് പോർഷന്റെ. അപ്പൊ ഈ ഡിസ്റ്റൻസ് നമുക്ക് Y അറിയാം, ഈ ഒരു ഡിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ ഈ ഒരു ഡിസ്റ്റൻസ് X ആക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് കണ്ടുപിടിക്കുമ്പോൾ ടോട്ടൽ ഇത് X ആണ്. അപ്പൊ ഈ ഒരു പോർഷൻ ഒഴിവാക്കാം നമുക്ക് ഇതിന്റെ അകത്ത്, അല്ലേ? അപ്പൊ X മൈനസ് ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് A ആണ്. ഓക്കെ, ആ കോളത്തിന്റെ ഡയമെൻഷൻ AB ആണെങ്കിൽ Xന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള A ആണ്. അപ്പൊ X മൈനസ് A ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ലെങ്ത് എന്ന് പറയുന്നത് ഇവിടം തൊട്ട് ഇതുവരെയും ഇവിടം തൊട്ട് ഇതുവരെയും ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഡിവൈഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഹാഫ് അങ്ങ് ഒഴിവാക്കാം. ബാക്കി ഇവിടുന്ന് ഈ ഫേസിൽ ഇങ്ങേ അറ്റം വരെയുള്ള ഡിസ്റ്റൻസ് ഉള്ളത്. മൈനസ് Dയും കൂടിയും ചെയ്താൽ ഈ ഒരു പോർഷനും കൂടി ഒഴിവായി ബാക്കി നമുക്ക് ഈ ഒരു ലെങ്ത് ആ കിട്ടുന്നത്. ഓക്കെ, പറഞ്ഞ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ടോട്ടൽ ഇത് X ആണുള്ളത്. ഓക്കെ, ഈ X ന്ന് ഈ ഒരു കോളത്തിന്റെ പോർഷൻ മൈനസ് ചെയ്താൽ ബാക്കി നമുക്ക് ഇവിടം തൊട്ട് ഇതുവരെയും പ്ലസ് ഇവിടം തൊട്ട് ഇതുവരെയുള്ള ഡിസ്റ്റൻസ് ആ കിട്ടുന്നത്. നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫേസ് ഓഫ് ദ കോളത്തുനിന്ന് D ഡിസ്റ്റൻസ് മാറിയിട്ടുള്ള ആ ഡിസ്റ്റൻസ് നമുക്ക് വേണ്ടത്, അല്ലെ? അപ്പൊ നമ്മള് മൈനസ് A ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവിടം തൊട്ട് ഇതുവരെയും ഇവിടം തൊട്ട് ഇതുവരെയുള്ള ഡിസ്റ്റൻസ് കിട്ടി. ഇത് രണ്ടും ഈക്വൽ. അപ്പൊ ഡിവൈഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ ഇതങ്ങ് ഒഴിവായി പോയി. പിന്നെ ബാക്കി ഈ ഒരു ഡിസ്റ്റൻസേ ഉള്ളൂ. അതിന്റെ അകത്ത് D മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ X മൈനസ് A ബൈ 2 മൈനസ് D, അതായത് ഈ ഒരു ഡിസ്റ്റൻസ് നമുക്ക് കിട്ടും. X മൈനസ് A ബൈ 2 എന്ന് പറയുമ്പോൾ ഇത്രയും ഡിസ്റ്റൻസ് ആയി, മൈനസ് D ചെയ്ത് കഴിഞ്ഞാൽ ഇവിടം തൊട്ട് ഇതുവരെയുള്ള ഡിസ്റ്റൻസ് ആയി. അപ്പൊ ഈ ഡിസ്റ്റൻസ് Y, ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് X മൈനസ് A ബൈ 2 മൈനസ് D. അതേപോലെ ഇവിടെ നോക്കുമ്പോൾ ഇത് ടോട്ടൽ Y ആണ്. അപ്പൊ ടോട്ടൽ Y ന്ന് നമ്മൾ B മൈനസ് ചെയ്തു. ഓക്കെ, Y മൈനസ് B ചെയ്തപ്പോൾ ഇവിടം തൊട്ട് ഇതുവരെ പ്ലസ് ഇത് ഇവിടം തൊട്ട് ഇതുവരെ ഡിവൈഡ് ബൈ 2 ചെയ്തപ്പോൾ ഇതങ്ങ് നമുക്ക് ഒഴിവാക്കാം ഒരു സൈഡിലുള്ളത്. മൈനസ് D, ഓക്കെ, ഈ പോർഷൻ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഡിസ്റ്റൻസ് കിട്ടും. അപ്പൊ ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് Y മൈനസ് B ബൈ 2 മൈനസ് D എന്നുള്ളതാണ് ഈ ഡിസ്റ്റൻസ് X. ഓക്കെ, അപ്പൊ ഏരിയ എന്ന് പറയുമ്പോൾ ഈ ഒരു ഫിഗർ പ്രകാരം ഷെയ്ഡഡ് പോർഷന്റെ ഏരിയ എന്ന് പറയുമ്പോൾ X ഇൻറ്റു Y മൈനസ് B ബൈ 2 മൈനസ് D എന്നുള്ളതാണ്. ഈ ഒരു ഫിഗർ പ്രകാരമുള്ള ഏരിയ എന്ന് പറയുമ്പോൾ Y ഇൻറ്റു X മൈനസ് A ബൈ 2 മൈനസ് D എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ക്രിട്ടിക്കൽ സെക്ഷനിലുള്ള ഷിയർ ഫോഴ്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് PU ഇൻറ്റു, ഓക്കെ, ഈ ഫിഗർ പ്രകാരമാണെങ്കിൽ PU ഇൻറ്റു Y ഇൻറ്റു
എക്സ് മൈനസ് എ ബൈ 2 മൈനസ് ഡി എന്നുള്ളതായിരിക്കും. ഈ ഒരു ഫിഗർ പ്രകാരമാണെങ്കിൽ പി യു ഇൻറ്റു എക്സ് ഇൻറ്റു വൈ മൈനസ് ഡി ബൈ 2 മൈനസ് ഡി എന്നുള്ളതായിരിക്കും. ഓക്കെ, ഇപ്പൊ നമുക്ക് നോക്കാം. ഷിയർ ഫോഴ്സ് അറ്റ് ദ ക്രിട്ടിക്കൽ സെക്ഷൻ ഈസ് ഈക്വൽ ടു പി യു ഇൻറ്റു ഷെയ്ഡഡ് ഏരിയ ആണ് വരിക. ഇപ്പൊ വി യു എന്ന് പറയുന്ന ഷിയർ ഫോഴ്സ് ആണ്, കിലോ ന്യൂട്ടൺ യൂണിറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഷിയർ ഫോഴ്സ് ആണ് വി യു എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഇപ്പൊ ഞാനിവിടെ എഴുതിയിരിക്കുന്നത് ഈ ഫിഗർ പ്രകാരമാണ്. ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ ഫിഗർ പ്രകാരമുള്ള ഇക്വേഷൻ ആണ് ഞാൻ എഴുതിയിരിക്കുന്നത്. അപ്പൊ പി യു ഇൻറ്റു ഷെയ്ഡഡ് പോർഷന്റെ ഏരിയ പി യു ഇൻറ്റു എക്സ്, ഓക്കെ, ഇൻറ്റു വൈ മൈനസ് ഡി ബൈ 2 മൈനസ് ഡി. ഓക്കെ, പി യു ഇൻറ്റു എക്സ്, ഈ പോർഷന്റെ ഏരിയ എന്ന് പറയുമ്പോൾ എക്സ് ഇൻറ്റു വൈ മൈനസ് ഡി ബൈ 2 മൈനസ് ഡി, അതായത് പി യു ഇൻറ്റു ഓക്കെ എക്സ് ഇൻറ്റു വൈ മൈനസ് ഡി ബൈ 2 മൈനസ് ഡി. ഓക്കെ, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. പി യു ഇൻറ്റു എക്സ് ഒരു ഡയമെൻഷനായി, പിന്നെ ആ കോളത്തിന്റെ സെക്ഷൻ വരെയുള്ള ആ ലെങ്ത് എന്ന് പറയുന്നത് വൈ മൈനസ് ഡി ബൈ 2 മൈനസ് ഡി എന്നുള്ളതാണ്. ഓക്കെ, ഷിയർ ഫോഴ്സിന്റെ ക്രിട്ടിക്കൽ സെക്ഷനിലെ വാല്യൂ. അപ്പൊ ഞാൻ ഇക്വേഷൻ നമ്പർ 1 എന്ന് പറഞ്ഞിട്ടു. ഇനി ഈ ഒരു വാല്യൂ ഇപ്പൊ നമുക്ക് കിട്ടിയ വാല്യൂ ആയിട്ട് ഒരു പർട്ടിക്കുലർ വാല്യൂ ഇക്വേറ്റ് ചെയ്യണം ഡി വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട്. ആ വാല്യൂ എന്ന് പറയുന്നത് ഷിയർ ഫോഴ്സ് റെസിസ്റ്റഡ് ബൈ കോൺക്രീറ്റ് എന്നുള്ളതാണ്. ഓക്കെ, ഷിയർ ഫോഴ്സ് റെസിസ്റ്റഡ് ബൈ കോൺക്രീറ്റ്, അതായത് കോൺക്രീറ്റിന് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഷിയർ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ DCS 1 പഠിച്ചിരുന്നു, ഒരു കോൺക്രീറ്റ് സെക്ഷന് ഒരു പർട്ടിക്കുലർ റെസിസ്റ്റൻസ് കപ്പാസിറ്റി ഉണ്ട് അല്ലെ. അത് നമ്മൾ ടോസി വാല്യൂ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. ആ വാല്യൂ നമുക്ക് ടേബിൾ നമ്പർ 90 എന്നായിരുന്നു നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. ആ പെർസെന്റേജ് ഓഫ് റീഇൻഫോഴ്സ്മെന്റ് എടുത്തിട്ട് ഇന്റർപോലേഷൻ ചെയ്തിട്ട് നമ്മൾ ടോസി വാല്യൂ, അതായത് ആ കോൺക്രീറ്റിന് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷിയർ ഫോഴ്സിന്റെ വാല്യൂ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇന്റർപോലേഷൻ ചെയ്തിട്ട് ആ സ്ട്രെസ് എടുത്തു. ആ സ്ട്രെസ്സിന് ഇപ്പം കിലോ ന്യൂട്ടണിലാക്കണമെങ്കിൽ ഇൻറ്റു ആ ക്രോസ് സെക്ഷണൽ ഏരിയ ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, അതായത് ആ ടോസി വാല്യൂ എന്ന് പറയുന്നത് ഈ കോൺക്രീറ്റിന് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഷിയർ സ്ട്രെസ് ആണ്, അല്ലെങ്കിൽ ഷിയർ സ്ട്രെങ്ത് എന്ന് നമുക്ക് പറയാം കോൺക്രീറ്റിന്റെ. അത് നമ്മൾ ആ ടേബിളിന്റെ അകത്തുനിന്ന് പെർസെന്റേജ് ഓഫ് സ്റ്റീലിന് കറസ്പോണ്ടിങ് ആയിട്ട് ഏത് ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് ആണെന്ന് നോക്കിയിട്ട് നമ്മൾ എടുത്തിരുന്നു. ഓക്കെ, വേണമെങ്കിൽ നമുക്കൊന്ന് ജസ്റ്റ് നോക്കിക്കളയാം. ടേബിൾ നമ്പർ 19. ഓക്കെ, ഇതാണ് ടേബിൾ നമ്പർ 19. അപ്പം എല്ലാവർക്കും ഓർമ്മയുണ്ടാകുന്ന വിചാരിക്കുന്നു. ഷിയറിന്റെ ആ ഒരു ക്രൈറ്റീരിയ പ്രകാരം ഡിസൈൻ ഷിയർ സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് എന്ന് പറഞ്ഞിട്ട് 100 AS/BD ഓരോ പെർസെന്റേജിന് കറസ്പോണ്ടിങ് ആയിട്ട്, അതുപോലെ തന്നെ പെർസെന്റേജ് ഓഫ് സ്റ്റീലിന് കറസ്പോണ്ടിങ് ആയിട്ടും, അതുപോലെ ഗ്രേഡ് ഓഫ് കോൺക്രീറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടും നമ്മൾ ടോസി വാല്യൂ എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, കോൺക്രീറ്റിന് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഷിയർ സ്ട്രെസ് അല്ലെങ്കിൽ ഡിസൈൻ ഷിയർ സ്ട്രെങ്ത് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ ഈ ഒരു പർട്ടിക്കുലർ കേസിൽ കോൺക്രീറ്റിന് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത്, ഓക്കെ, കോൺക്രീറ്റിന് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഷിയർ ഫോഴ്സ് എന്ന് പറയുന്ന ഷിയർ സ്ട്രെസ് ആണ് നമുക്ക് ടോസി വാല്യൂ ടേബിളിൽ നിന്ന് കിട്ടുന്നത്. അതായത് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്ട്രെസ് അല്ലെങ്കിൽ സ്ട്രെങ്ത്. ഓക്കെ, അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ പെർ mm സ്ക്വയറിലായിരിക്കും ടേബിളിൽ നിന്ന് കിട്ടുക. ഓക്കെ, അപ്പൊ അത് ഇൻറ്റു എന്ത് ചെയ്യണം, ഏരിയ ചെയ്യണം അല്ലെ. ആ റെസിസ്റ്റ് ചെയ്യുന്ന ആ കോൺക്രീറ്റിന്റെ ഷിയർ റെസിസ്റ്റ് ചെയ്യുന്ന കോൺക്രീറ്റിന്റെ ഏരിയ ചെയ്യണം. അപ്പൊ ന്യൂട്ടൺ പെർ mm സ്ക്വയർ ഇൻറ്റു ആ ഏരിയ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഷിയർ ഫോഴ്സ് റെസിസ്റ്റ് ചെയ്യുന്ന ന്യൂട്ടണിൽ കിട്ടും. അത് നമുക്ക് കിലോ ന്യൂട്ടണിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഇവിടെ റെസിസ്റ്റ് ചെയ്യുന്ന കോൺക്രീറ്റിന്റെ ഏരിയ എന്ന് പറയുന്നത്, റെസിസ്റ്റ് ചെയ്യുന്ന കോൺക്രീറ്റിന്റെ ഏരിയ എന്ന് പറയുന്ന ഈ ഒരു ഡെപ്തിന് കറസ്പോണ്ടിങ് ആയിട്ടാണല്ലോ. ഓക്കെ, അതായത് ഞാൻ കാണിക്കാം. അതായത് ഇപ്പം നമ്മൾ ഈ മുന്നത്തെ ഫിഗർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ റെസിസ്റ്റ് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് ഈ ലെങ്ത്തിന് കറസ്പോണ്ടിങ് ആയിട്ട്, അതായത് ഈ ഡിസ്റ്റൻസ് എക്സ് ഡിസ്റ്റൻസിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് ഉള്ളത്. എന്നാൽ അതിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയ ആണ് റെസിസ്റ്റ് ചെയ്യുന്നത്, ക്രോസ് സെക്ഷണൽ ഏരിയ ആണ് റെസിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ ഡെപ്ത് ആണ് വരിക, ഡെപ്ത് അല്ലെ. അപ്പൊ ഡെപ്ത് എന്ന് പറയുന്നത് നമ്മൾ ഈ ഫിഗറിൽ കാണുന്ന പോലെ ഇതാണ് ഡെപ്ത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അതായത് ആ ഷെയ്ഡഡ് പോർഷന്റെ, അതായത് ഈ ഷിയറിനെ റെസിസ്റ്റ് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് എക്സ് ഡിസ്റ്റൻസ്. ഓക്കെ, അതായത് ഈ എക്സ് ഡിസ്റ്റൻസ് ഇൻറ്റു ഡെപ്ത് ആണ് വരിക, ഡെപ്ത്. ഓക്കെ, ഡെപ്ത് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഫിഗറിൽ കാണുന്ന ഈ ഏരിയ ആണ്. ഓക്കെ, ഈ ഫിഗറിൽ കാണുന്ന എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ ഡെപ്തും കൂടി ഉൾപ്പെട്ടിട്ടുള്ള ആ ക്രോസ് സെക്ഷണൽ ഏരിയ ആണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ വരച്ചു കഴിഞ്ഞാൽ ഇതിപ്പോ എക്സ് ഡിസ്റ്റൻസ് ആണെങ്കിൽ, ഓക്കെ, ഇതിപ്പോ എക്സ് ഡിസ്റ്റൻസ് ആണെങ്കിൽ എക്സ് ഇൻറ്റു ഡി ആയിരിക്കും ഈ ഷിയറിനെ റെസിസ്റ്റ് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത്. അതായത് ഇതിപ്പോ കട്ട് ചെയ്ത് പോകാനുള്ള ടെൻഡൻസി ഉണ്ടാവുന്ന ഈ ഒരു സെക്ഷന് കറസ്പോണ്ടിങ് ആയിട്ടാണ്.
ഓക്കെ. അപ്പൊ അതിനെ റെസിസ്റ്റ് ചെയ്യുന്ന സെക്ഷൻ എന്ന് പറയുമ്പോൾ എക്സ് ഡിസ്റ്റൻസ് ഉണ്ടാവും, പിന്നെ ഇവിടെ ഡെപ്ത് ഡിയും ഉണ്ടാവും. ഓക്കെ, അങ്ങനെ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കണം. ഇപ്പൊ ഞാൻ വരച്ചിട്ടുള്ള പ്രകാരമാണെങ്കിൽ ഇപ്പൊ എനിക്ക് എക്സ് ഇവിടെ കാണിക്കാൻ പറ്റുന്നുണ്ട്. ഡി എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും, ഈ ഡെപ്ത് ആയിരിക്കും അതിനെ റെസിസ്റ്റ് ചെയ്യുന്ന സെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ ഈ ഇക്വേഷൻ, അതായത് ഷിയർ ഫോഴ്സ് റെസിസ്റ്റഡ് ബൈ കോൺക്രീറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ടോസി വാല്യൂ, അതായത് ഷിയർ സ്ട്രെസ്സിനെ അല്ലെങ്കിൽ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഷിയർ സ്ട്രെസ്സിനെ അല്ലെങ്കിൽ ഷിയർ സ്ട്രെങ്ത്തിനെ നമുക്ക് ആ ടേബിളിൽ നിന്ന് എടുക്കാം, ടേബിൾ നമ്പർ 19 നിന്ന് എടുക്കാം. അപ്പൊ അത് കിട്ടിക്കഴിഞ്ഞാൽ ഇൻറ്റു ചെയ്യേണ്ട ക്രോസ് സെക്ഷൽ ഏരിയ എന്ന് പറയുന്നത് ഈ ഷിയറിനെ റെസിസ്റ്റ് ചെയ്യുന്ന ക്രോസ് സെക്ഷൽ ഏരിയ ആണ്. ഓക്കെ, അതായത് എക്സ് ഇൻറ്റു ഡി ആണ് വരിക. ഓക്കെ, അപ്പൊ ടോസി ഇൻറ്റു എക്സ് ഇൻറ്റു ഡി ചെയ്ത് കഴിഞ്ഞാൽ ആ കോൺക്രീറ്റിന് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഷിയർ ഫോഴ്സ് നമുക്ക് കിട്ടും. ഓക്കെ, ഇവിടെ നമ്മൾ ആദ്യം കണ്ടുപിടിച്ചത് ക്രിട്ടിക്കൽ സെക്ഷനിൽ വരുന്ന ഷിയർ ഫോഴ്സ് ആണ്. ഓക്കെ, അവിടെ ഫാക്ടർ ചെയ്തിട്ടുള്ള ആ ലോഡ്, കോളത്തിൽ വരുന്ന ലോഡ് മുഖേന സോയിൽ പ്രഷർ കാരണം അവിടെ വരുന്ന ആ സെക്ഷനിൽ വരുന്ന ഷിയർ ഫോഴ്സ് ആണ് നമ്മളിവിടെ ഇക്വേഷൻ നമ്പർ 1 എന്ന് പറഞ്ഞ് എഴുതിയിട്ടുള്ളത്. ഓക്കെ, അതുപോലെ ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്ന ഷിയർ ഫോഴ്സ് റെസിസ്റ്റഡ് ബൈ കോൺക്രീറ്റ് എന്ന് പറയുന്നത് ആ കോൺക്രീറ്റിന് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഷിയർ ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ്. അതിന്റെ വാല്യൂ എന്ന് പറയുന്ന ടോസി ഇൻറ്റു എക്സ് ഇൻറ്റു ഡി ആണ്. അതെങ്ങനെയാ വന്നതെന്നുള്ളത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ഇവിടെ 2 ഇക്വേഷൻ കിട്ടി. ഒന്ന് ആ കോൺക്രീറ്റിലേക്ക് വരുന്ന ക്രിട്ടിക്കൽ സെക്ഷനിൽ ആക്ട് ചെയ്യുന്ന മാക്സിമം ഷിയർ ഫോഴ്സ്, അതുപോലെ ആ കോൺക്രീറ്റിന്റെ ആ ഒരു പർട്ടിക്കുലർ സെക്ഷനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഷിയർ ഫോഴ്സ്. ഓക്കെ, 2 ഇക്വേഷൻ കിട്ടി. ഈ 2 ഇക്വേഷനിലും ഡി അൺനോൺ ആയിരിക്കും. ഡി നമ്മൾ അൺനോൺ ആയിട്ട് വെക്കും, ബാക്കിയുള്ള വാല്യൂസ് ഒക്കെ നമുക്ക് അറിയാൻ പറ്റും, ഡി മാത്രം നമുക്ക് അറിയില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ടോസി വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് പെർസെന്റേജ് വേണമല്ലോ റീഇൻഫോഴ്സ്മെന്റിന്റെ. അപ്പൊ എക്സാക്ട് നമുക്ക് പെർസെന്റേജ് ഒന്നും കിട്ടിയിട്ടില്ല. അപ്പൊ നമ്മൾ ആ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി ടേബിൾ നമ്പർ 90 നിന്ന് ആ ടോസി വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പർട്ടിക്കുലർ പെർസെന്റേജ് അസ്യൂം ചെയ്യുക. ആസ് എക്സാക്ട് പെർസെന്റേജ് ടു ബി പ്രൊവൈഡഡ് ഈസ് നോട്ട് അറ്റ് നോൺ, ടോസി മേ ബി അസ്യൂംഡ് ആസ് കറസ്പോണ്ടിങ് ടു PT = 0.2 to 0.25. അപ്പം ഇതിന്റെ പെർസെന്റേജ് ഓഫ് റീഇൻഫോഴ്സ്മെന്റ് നമുക്ക് അറിയാത്തത് കൊണ്ട് PT വാല്യൂ 0.2 മുതൽ 0.25 അല്ലെങ്കിൽ 0.2 അല്ലെങ്കിൽ 0.25 അല്ലെങ്കിൽ അതിന്റെ ഇടയ്ക്കുള്ള ഏതെങ്കിലും വാല്യൂ നമ്മൾ അസ്യൂം ചെയ്തിട്ടാണ് ചെയ്യുക. ഓക്കെ, ഇപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ 0.25 എന്ന് പറയുന്ന വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ട് എടുക്കും. ഓക്കെ, അപ്പൊ അതായിരിക്കും കുറച്ചും കൂടി നല്ലതെന്ന് തോന്നുന്നു. ഡയറക്റ്റ് വാല്യൂസ് ഉണ്ട്. അപ്പം 0.25 അസ്യൂം ചെയ്തിട്ട് പെർസെന്റേജ് അസ്യൂം ചെയ്തിട്ട് നിങ്ങൾക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എത്രയാണ് ടോസി വാല്യൂ വരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് അഡോപ്റ്റ് ചെയ്യാം. ആ കിട്ടിയിരിക്കുന്ന ടോസി വാല്യൂ ഇൻറ്റു എക്സ് ഇൻറ്റു ഡി ചെയ്ത് കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ ക്രോസ് സെക്ഷന് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഷിയർ ഫോഴ്സ് കിട്ടും. ആ ഷിയർ ഫോഴ്സിന്റെ ഇക്വേഷൻ അല്ലെങ്കിൽ ഷിയർ ഫോഴ്സിന്റെ വാല്യൂ ഡി അൺനോൺ ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ 2 ഇക്വേഷൻ തമ്മിൽ നമ്മൾ ഇക്വേറ്റ് ചെയ്യും. ഇക്വേഷൻ നമ്പർ 1 and 2 ഇക്വേറ്റ് ചെയ്യും. അപ്പൊ ഇക്വേറ്റിംഗ് 1 and 2 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡി ക്യാൻ ബി കാൽക്കുലേറ്റഡ്. ഓക്കെ, ഇത് ഇക്വേറ്റ് ചെയ്താൽ ഇതിൽ അൺനോൺ ആയിട്ട് ഈ ഇക്വേഷൻ ഡി മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം ആ ഒരു പർട്ടിക്കുലർ ഷിയറിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ഡെപ്ത് ആയിരിക്കും നമുക്ക് ഈ കേസിൽ കിട്ടുക. അടുത്ത ക്രൈറ്റീരിയ 2-way ഷിയർ ക്രൈറ്റീരിയ. ഓക്കെ, അല്ലെങ്കിൽ പഞ്ചിങ് ഷിയർ. ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, ആ കോളത്തിന്റെ ലോഡ് താഴോട്ട് ആക്ട് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ സോയിൽ പ്രഷർ മേലോട്ട് ആക്ട് ചെയ്യുമ്പോൾ അത് പഞ്ച് ചെയ്ത് ഷിയർ ചെയ്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അതായത് ആ സ്ലാബിലൂടെ കട്ട് ചെയ്ത് പോകാനുള്ള ഒരു സാധ്യതയും കൂടി നമ്മൾ കണക്കിലെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ആ സെക്ഷൻ വരുന്നത് കോളത്തിന്റെ ഫേസിന് D/2 ഡിസ്റ്റൻസിലാണ് നമ്മൾ എടുക്കുക എന്നുള്ളതും പഠിച്ചിരുന്നു. അതിന്റെ കോഡൽ പ്രൊവിഷൻ ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ബൈ 2-way ഷിയർ എങ്ങനെയാണ് നമ്മൾ ഡി കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ 2-way ഷിയറിന് കറസ്പോണ്ടിങ് ആയിട്ട് ആ ഒരു ഫൗണ്ടേഷൻ സേഫ് ആവണമെന്നുണ്ടെങ്കിൽ എത്ര ഡെപ്ത് കൊടുക്കണം എന്നുള്ളത് എങ്ങനെയാ ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ബൈ 2-way ഷിയർ ഓർ പഞ്ചിങ് ഷിയർ ക്രൈറ്റീരിയ. The critical section for 2-way shear is at a distance D/2 from the face of the column. അപ്പൊ ഇത് D/2 ഡിസ്റ്റൻസിലാണ് അല്ലെ, ഫേസ് ഓഫ് ദ കോളത്തിൽ. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഫിഗർ കാണാം. ഇവിടെ XY എന്ന് പറഞ്ഞു മാർക്ക് ചെയ്തിട്ടുണ്ട്, ബ്രെഡ്ത്തും അതിന്റെ ലെങ്ത്തും. അതുപോലെ ഇവിടെ കോളത്തിന്റെ ഡയമെൻഷൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ കോളത്തിന്റെ ഫേസിന് D/2 ഡിസ്റ്റൻസ് മാറിയിട്ട് സെക്ഷൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ബാക്കി ഉള്ള പോർഷൻ കട്ട് ഷെയ്ഡ് ചെയ്തും കാണിച്ചിട്ടുണ്ട്. ഇവിടെ കോളത്തിന്റെ ഡയമെൻഷൻ AB, അതുപോലെ ഇവിടെയുള്ള ഡിസ്റ്റൻസ്, അതായത് D/2 ഡിസ്റ്റൻസ് അപ്പുറത്തും ഇപ്പുറത്തും എടുത്തു കഴിഞ്ഞാൽ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് ഇവിടെ A+, ഇവിടുന്ന് D/2+, ഇവിടുന്ന് D/2 എടുത്തു കഴിഞ്ഞാൽ A+D ആവും അല്ലെ. D/2 + D/2 എന്ന് പറയുന്നത് A+D ആണ്.
അതേപോലെ ഈ ഡയറക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ബി പ്ലസ് ഇവിടെ D/2 ഇവിടെ D/2, അപ്പം D/2 പ്ലസ് D/2 D, അപ്പം B പ്ലസ് D എന്ന് പറഞ്ഞു കിട്ടും. അപ്പൊ അതും ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഉള്ളിലെ കോളം AB, അതുപോലെ ഈ ക്രിട്ടിക്കൽ സെക്ഷന് കറസ്പോണ്ടിങ് ആയിട്ട് ചുറ്റും എടുത്തു കഴിഞ്ഞാൽ, കാരണം ഈ പഞ്ച് ചെയ്ത് പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ 4 സൈഡിൽ നിന്നും അല്ലെ ഒരുപോലെയാ പോവാ അല്ലെ, ഈ ബാക്കിയുള്ള പോർഷൻ മേലോട്ടേക്ക് ഫോഴ്സ് ആക്ട് ചെയ്യും, ഇത് താഴോട്ടേക്ക് പോകുമ്പോൾ അങ്ങനെയാണ് ഈ തുളഞ്ഞു പോകാനുള്ള ആ ഒരു സാധ്യതയുള്ളത് അല്ലെ, ചുറ്റിലൂടെയും ആ എഫക്ട് ഉണ്ടാവും. അപ്പൊ അതുകൊണ്ടാണ് നമ്മളിവിടെ ചുറ്റും കൺസിഡർ ചെയ്തിരിക്കുന്നത് D/2 ഡിസ്റ്റൻസിന് കറസ്പോണ്ടിങ് ആയിട്ട്. അപ്പോൾ ഈ കോളത്തിന്റെ ഡയമെൻഷൻ 2 സൈഡിൽ നിന്നും ആ ക്രിട്ടിക്കൽ സെക്ഷനിലേക്കുള്ള ഡിസ്റ്റൻസ് D/2 എടുത്താൽ A പ്ലസ് D ആയിരിക്കും. അനദർ ഡയമെൻഷൻ അത് B പ്ലസ് D ആയിരിക്കും. ഓക്കെ, അത് ഈ ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ എക്സ്റ്റേണൽ ഫോഴ്സ് കാരണം, അതായത് സോയിൽ പ്രഷർ കാരണം ഇവിടെ ഡെവലപ്പ് ചെയ്യുന്ന ഷിയർ ഫോഴ്സ് എത്രയാന്നുള്ളത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യും. എന്നിട്ട് ഇവിടെയുള്ള റെസിസ്റ്റൻസും നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യും. ഓക്കെ, രണ്ടും തമ്മിൽ ഇക്വേറ്റ് ചെയ്യും. നേരത്തെ ചെയ്ത വൺ വേ ഷിയറിന്റെ അതേ കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെയും നമ്മൾ യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ഇവിടെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പഞ്ചിങ് ഷിയർ ഓൺ ക്രിട്ടിക്കൽ സെക്ഷൻ ഈസ് ഈക്വൽ ടു PU ഇൻറ്റു ഷെയ്ഡഡ് ഏരിയ. അപ്പം പഞ്ചിങ് ഷിയർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ ഒരു പോർഷനിൽ വരുന്ന ഷിയർ എന്ന് പറയുന്നത് ഇത്രയും പോർഷൻ ചുറ്റിലും വരുന്നതുകൊണ്ട് തന്നെ ഇത്രയും പോർഷന്റെ ഏരിയ, അതായത് PU എന്ന് പറയുന്ന kN/m² ആയിരിക്കും. ഓക്കെ, kN/m² യൂണിറ്റ് ഇൻറ്റു ഇത്രയും പോർഷന്റെ ഏരിയ ചെയ്ത് കഴിഞ്ഞാലാണ് ഈ ഒരു പോർഷനിലേക്ക് വരുന്ന പഞ്ചിങ് ഷിയർ നമുക്ക് കിട്ടുക, ഷിയർ ഫോഴ്സ് നമുക്ക് കിട്ടുക. അതായത് ആ പ്രഷർ ഇൻറ്റു ഈ ഷെയ്ഡഡ് പോർഷന്റെ ഏരിയ. അപ്പൊ ഈ ഷെയ്ഡഡ് പോർഷന്റെ ഏരിയ എന്ന് പറയുമ്പോൾ എങ്ങനെയാ അത് കണ്ടുപിടിക്കുക? ഷെയ്ഡഡ് പോർഷന്റെ ഏരിയ അപ്പൊ ടോട്ടൽ നമുക്ക് എക്സും വൈയും ഉണ്ട് അല്ലെ. അപ്പൊ X ഇൻറ്റു Y എടുത്തു കഴിഞ്ഞാൽ ഈ ഫുൾ പോർഷന്റെ ഏരിയ വരും അല്ലെ. അപ്പൊ ഫുൾ പോർഷന്റെ ഏരിയ വരും. നമുക്ക് ഇതിന്റെ അകത്ത് എത്ര മൈനസ് ചെയ്യണം? ഇത്രയും വാല്യൂ നമുക്ക് മൈനസ് ചെയ്ത് കളഞ്ഞാലാണ് ആ ഷെയ്ഡഡ് പോർഷന്റെ ഏരിയ കിട്ടുക. അപ്പം X ഇൻറ്റു Y മൈനസ് A പ്ലസ് D ഇൻറ്റു B പ്ലസ് D ചെയ്താൽ മതി അല്ലെ. ഇത്രയും പോർഷൻ X ഇൻറ്റു Y ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം ഏരിയ കിട്ടും. അപ്പൊ അതിന്റെ അകത്ത് ഇത്രയും ഏരിയ നമുക്ക് വേണ്ട, ഇത്രയും ഏരിയ വേണ്ട, ബാക്കിയുള്ള ഏരിയ ആണ് വേണ്ടത്. അപ്പോൾ ഇവിടെയുള്ള ലെങ്ത് A പ്ലസ് D ആണ്, ഇവിടെയുള്ള ബ്രെഡ്ത്ത് B പ്ലസ് D ആണ്. അപ്പോൾ X ഇൻറ്റു Y എന്ന് A പ്ലസ് D ഇൻറ്റു B പ്ലസ് D മൈനസ് ചെയ്താൽ മതി അല്ലെ. അപ്പം പഞ്ചിങ് ഷിയർ ഓൺ ക്രിട്ടിക്കൽ സെക്ഷൻ ഈസ് ഈക്വൽ ടു PU ഇൻറ്റു ഷെയ്ഡഡ് ഏരിയ ആണ്. അപ്പൊ PU എന്ന് പറയുന്നത് PU ഇൻറ്റു X ഇൻറ്റു Y ആ ഫുൾ ഏരിയ ആയി മൈനസ് A പ്ലസ് D ഇൻറ്റു B പ്ലസ് D. അപ്പൊ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പഞ്ചിങ് ഷിയർ ഫോഴ്സ് കിട്ടും. ഓക്കെ, ആ കോളം താഴോട്ടും അതുപോലെ ആ പ്രഷർ മേലോട്ടും ആക്കിയത് കാരണം സ്ലൈഡ് ചെയ്ത് പോകാനുള്ള ആ ഫോഴ്സ് കാരണം വരാവുന്ന മാക്സിമം ഷിയർ ഫോഴ്സ് നമുക്ക് കിട്ടും. ഓക്കെ, ആ വാല്യൂ എന്ന് പറയുന്നത് PU ഇൻറ്റു XY മൈനസ് A പ്ലസ് D ഇൻറ്റു B പ്ലസ് D എന്നുള്ളതാണ്. ഇനി ഈ പഞ്ചിങ് ഷിയറിനെ കോൺക്രീറ്റിന്റെ റെസിസ്റ്റൻസ് ആണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഓക്കെ, പഞ്ചിങ് ഷിയർ റെസിസ്റ്റൻസ് ആണ് കോൺക്രീറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അതായത് ആ കോൺക്രീറ്റ് സെക്ഷൻ എത്ര ഷിയർ പഞ്ചിങ് ഷിയറിന് കറസ്പോണ്ടിങ് ആയിട്ട് അല്ലെങ്കിൽ ടു വേ ഷിയറിന് കറസ്പോണ്ടിങ് ആയിട്ട് എത്ര ഷിയർ റെസിസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ അത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് VC ഈസ് ഈക്വൽ ടു KS ഇൻറ്റു ടോസി ഇൻറ്റു AP എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അതെന്താന്നുള്ളത് നോക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച കോഡൽ പ്രൊവിഷനിൽ ഈ ഒരു പോർഷൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. 31.6 തോന്നുന്നു, ക്ലോസ് 31.6. ഓക്കെ, 31.6 ഇവിടെ പറയുന്നുണ്ട് പെർമിസിബിൾ ഷിയർ സ്ട്രെസിന്റെ കേസ് പറയുന്നുണ്ട്. ഷിയർ സ്ട്രെസിന്റെ കേസാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം ഈ കോളത്തിന്റെ ഈ ഒരു ഫൂട്ടിങ്ങിന്റെ കേസ് ടു വേ ഷിയർ ക്രൈറ്റീരിയൻ വരുന്നത് ഫ്ലാറ്റ് സ്ലാബിന്റെ അതേ കൺസെപ്റ്റ് പ്രകാരമാണ് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത് പ്രകാരമാണ് അത് സെക്ഷൻ എന്ന് പറയുന്നത് D/2 ഡിസ്റ്റൻസ് പെരിഫറി ഓഫ് കോളത്തിന് D/2 ഡിസ്റ്റൻസ് മാറിയിട്ടാന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് പ്രകാരമാണ് നമ്മളിപ്പോൾ സെക്ഷൻ എടുത്തിരിക്കുന്നത്. മുന്നമേ കോഡൽ പോർഷനിൽ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങളാണ്. അപ്പൊ അതിലിവിടെ പെർമിസിബിൾ ഷിയർ സ്ട്രെസ് പറയുന്നുണ്ട്. when shear reinforcement is not provided, the calculated shear stress at the critical section shall not exceed KS into tau c എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് ഇക്വേഷൻ. KS into tau c ആണ് പെർമിസിബിൾ ഷിയർ സ്ട്രെസിന്റെ ഇക്വേഷൻ. സ്ട്രെസ് നമുക്ക് ഇവിടെ വേണ്ടത് അതിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഫോഴ്സ് ആണ്. അപ്പൊ ആ ഏരിയ നമുക്ക് വേണം അല്ലെ, ഇൻറ്റു ഏരിയ ചെയ്യണം. KS into tau c into ഏരിയ എന്ന് ചെയ്യണം. അപ്പൊ ഏരിയ എന്നുള്ളത് ഞാൻ AP എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്.
ഓക്കെ, അതായത് ഇപ്പം ഈ ഒരു ഫിഗർ പ്രകാരം നോക്കുകയാണെങ്കിൽ എ പി എന്ന് പറയുന്നത് ഇതിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പോർഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏരിയ. അപ്പൊ അതിന്റെ റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഡെപ്ത് വൈസാ വരുന്നത്. ഞാൻ നേരത്തെ കാണിച്ചതുപോലെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഫിഗറിൽ ഡെപ്ത് വൈസ് ആണ്. ഓക്കെ, ആ ഏരിയ എടുക്കുമ്പോൾ എന്ന് പറയുന്നത് ഈ ഡെപ്ത് വൈസ് എടുക്കണം. ഓക്കെ, അപ്പൊ ഈ ഫിഗർ പ്രകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുറ്റും വരും അല്ലെ, ചുറ്റും വരും. അതായത് ആ ഏരിയ എന്ന് പറയുമ്പോൾ ഈ ഒരു ലെങ്ത് ഇൻറ്റു അതിന്റെ ഡെപ്ത് ആയിരിക്കും ആ റെസിസ്റ്റ് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഈ ഒരു പോർഷന്റെ ലെങ്ത് എന്ന് പറയുന്നത് a പ്ലസ് ടി പ്ലസ് ബി പ്ലസ് ടി പ്ലസ് എ പ്ലസ് ടി പ്ലസ് ബി പ്ലസ് ടി ആയിരിക്കും. അല്ലെങ്കിൽ ഈ ഒരു പോർഷന്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം. ഓക്കെ, പെരിമീറ്റർ ഇതിന്റെ ചുറ്റുമുള്ള ലെങ്ത്. ഓക്കെ, ഇൻറ്റു ഇതിന്റെ ഡെപ്ത് ചെയ്യുമ്പോഴാണ് ആ റെസിസ്റ്റ് ചെയ്യുന്ന ഏരിയ ആയി മാറുന്നത്. ഓക്കെ, ഡെപ്ത് ഇത്രയും പോർഷന്റെ ലെങ്ത് എടുക്കണം ഇൻറ്റു ഡെപ്ത് വൈസ് നോക്കുമ്പോഴാണ് ആ റെസിസ്റ്റ് ചെയ്യുന്ന ആ ഏരിയ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ചുറ്റുമുള്ളത് കൊണ്ട് ആ ചുറ്റുമുള്ള ലെങ്ത് എടുക്കണം ഇൻറ്റു ഡെപ്ത്. ഈ ഒരു ഡെപ്ത് ആയിരിക്കും അതിന്റെ റെസിസ്റ്റ് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് പഞ്ചിങ് ഷിയറിന്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇവിടെ പഞ്ചിങ് ഷിയർ റെസിസ്റ്റഡ് ബൈ കോൺക്രീറ്റ് VC, ഇത് ഫോഴ്സ് ആണ് ഇവിടെ ഇക്വേഷനിൽ എഴുതുന്നത്. ഫോഴ്സ് എഴുതുന്നതുകൊണ്ട് തന്നെ ആ ഇക്വേഷൻ നമ്മൾ പഠിച്ചു. ഷിയർ സ്ട്രെസ് എന്ന് പറയുന്ന KS ഇൻറ്റു ടോസി എന്നുള്ളത് പഠിച്ചു. KS ഇൻറ്റു ടോസി ഇൻറ്റു ഏരിയ ചെയ്യണം. ഇവിടെ ഏരിയ എന്നുള്ളത് ഞാൻ ഏരിയ ഓഫ് പെരിമീറ്റർ എന്ന് പറഞ്ഞ് എടുക്കുകയാണ്. അതായത് ഞാൻ ഇപ്പൊ ഫിഗറിൽ കാണിച്ചതുപോലെ ഇതിന്റെ ചുറ്റളവ്, ഈ ചുറ്റളവിന്റെ ഏരിയ, ഓക്കെ, ഈ ലെങ്ത് എടുത്തു. ഓക്കെ, ഇൻറ്റു അതിന്റെ ഡെപ്ത് ചെയ്തിട്ടുള്ളതാണ് ഞാൻ AP എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. ഇതിൽ KS എന്താന്നുള്ളത് കോഡിൽ ഓൾറെഡി പറയുന്നുണ്ട്. അപ്പൊ KS എന്താന്നുള്ളത് ഇവിടെ എഴുതിയിട്ടുണ്ട്. KS ഈസ് ഈക്വൽ ടു 0.5 പ്ലസ് ബീറ്റാ സി ബട്ട് നോട്ട് ഗ്രേറ്റർ ദാൻ 1. അപ്പൊ ഈ വാല്യൂ എന്ന് പറയുന്നത് 1നേക്കാൾ കൂടുതലാവില്ല. KS വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് 0.5 പ്ലസ് ബീറ്റാ സി ആണ്. അപ്പൊ ബീറ്റാ സി എങ്ങനെ കണ്ടുപിടിക്കും? ബി ദ റേഷ്യോ ഓഫ് ഷോർട്ട് സൈഡ് ടു ലോങ് സൈഡ് ഓഫ് ദ കോളം. ഓക്കെ, കോളത്തിന്റെ ഷോർട്ട് സൈഡ് ബൈ ലോങ് സൈഡ്. അതായത് ഇപ്പൊ A എന്ന് പറയുന്ന ഷോർട്ട് സൈഡ് ആണെങ്കിൽ B എന്ന് പറയുന്ന ലോങ് സൈഡ് ആണെങ്കിൽ A/B എന്ന് പറയുന്ന വാല്യൂ ആണ് ബീറ്റാ സി ആയിട്ട് എടുക്കേണ്ടത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ 300/600ന്റെ കോളം ആണെങ്കിൽ 300/600 ചെയ്തിട്ടുള്ള വാല്യൂ എത്രയാണോ കിട്ടുന്നത് അതാണ് ബീറ്റാ സി വരിക. പ്ലസ് 0.5. ആ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആവാൻ പാടില്ല. അപ്പം മാക്സിമം അത് 1 തന്നെ എടുക്കുള്ളൂ, അതിനേക്കാളും ഇൻ കേസ് എന്തെങ്കിലും കൂടുതൽ വന്നാലും. അപ്പൊ ടോസി വാല്യൂ എന്ന് പറയുന്നത് എങ്ങനെ കണ്ടുപിടിക്കാം? നേരത്തെ കേസിൽ വൺ വേ ഷിയറിന്റെ കേസിൽ നമ്മൾ ടോസി കണ്ടുപിടിച്ച ടേബിൾ നമ്പർ 19 ആണെങ്കിൽ, അതായത് ഇപ്പം പെർസെന്റേജ് വാല്യൂ നമ്മൾ 0.22 0.25 അസ്യൂം ചെയ്തിട്ട് ടേബിൾ നിന്നാണ് കണ്ടുപിടിച്ചതെങ്കിൽ, ടു വേ ഷിയറിന്റെ കേസിൽ നമുക്ക് അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇവിടെ ടോസി വാല്യൂ കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാണെന്ന് കോഡിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പം അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 0.25 ഇൻറ്റു റൂട്ട് FCK എന്നുള്ളതാണ്. ഓക്കെ, ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ് ഓഫ് ഡിസൈൻ നമ്മൾ യൂസ് ചെയ്യുന്ന ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ് ഓഫ് ഡിസൈൻ ആണ്. അപ്പോൾ ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ് ഓഫ് ഡിസൈനിൽ ടോസിന്റെ വാല്യൂ എടുക്കേണ്ടത് 0.25 ഇൻറ്റു FCK ആണ്. ഓക്കെ, അപ്പൊ നമ്മളെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഷിയർ സ്ട്രെസിന്റെ KS ഇൻറ്റു ടോസി. അപ്പൊ KS എങ്ങനെയാ കണ്ടുപിടിക്കേണ്ടതെന്ന് അറിയാം, ടോസി എങ്ങനെയാ കണ്ടുപിടിക്കേണ്ടതെന്ന് അറിയാം. 0.25 ഇൻറ്റു റൂട്ട് FCK. ഏതാണോ ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് അതിന്റെ റൂട്ട് ഇൻറ്റു 0.25 ആണ്. ഓക്കെ, അപ്പൊ ആ വാല്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോസി കിട്ടും. ടോസി കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ KS വാല്യൂ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇനി അതിനെ ഫോഴ്സ് ആക്കി മാറ്റണം. ഇപ്പൊ നമുക്ക് ഷിയർ സ്ട്രെസ് ആണ് കിട്ടിയിട്ടുള്ളത്. അതിനെ ഫോഴ്സ് ആക്കി മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? ആ ഏരിയ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പൊ പഞ്ചിങ് ഷിയർ റെസിസ്റ്റഡ് ബൈ കോൺക്രീറ്റ് VC ഈസ് ഈക്വൽ ടു KS ഇൻറ്റു ടോസി ഇൻറ്റു AP. അപ്പൊ KS എന്താന്നുള്ള പറഞ്ഞു, 0.5 പ്ലസ് ബീറ്റാ സി ആണ്. ദാറ്റ് ഷാൽ നോട്ട് ബി ഗ്രേറ്റർ ദാൻ 1. ക്ലോസ് 31.6.3.1 പറയുന്നുണ്ട്. അപ്പൊ BC എന്ന് പറയുന്നത് ഷോർട്ട് സൈഡ് ബൈ ലോങ് സൈഡ് ആണ്. അപ്പൊ ടോസി വാല്യൂ, ഓക്കെ, ഇപ്പം BC വാല്യൂ നമുക്ക് ഇത് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ 0.5 പ്ലസ് ബീറ്റാ സി ചെയ്ത് കഴിഞ്ഞാൽ KS കിട്ടും. അപ്പൊ അതായി. ടോസി എന്ന് പറയുന്നത് ഇപ്പൊ കോഡിൽ പറഞ്ഞു 0.25 ഇൻറ്റു റൂട്ട് FCK ആണ്. അപ്പൊ ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് ഇൻറ്റു അതിന്റെ റൂട്ട് ഇൻറ്റു 0.25 ചെയ്ത ടോസി വാല്യൂ ആയി. ഇനി നമുക്ക് AP വേണം. AP എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിരുന്നു ആ ചുറ്റളവിന്റെ ഏരിയ എന്ന് പറഞ്ഞിരുന്നു. അതായത് നമുക്ക് ഈ ഒരു ചുറ്റളവ് വേണം, ഇൻറ്റു അതിന്റെ ഡെപ്ത് ചെയ്യണം. ഡെപ്ത് അപ്പോഴാണ് ആ റെസിസ്റ്റ് ചെയ്യുന്ന ഏരിയ ആയി മാറുക. ഓക്കെ, അപ്പം AP എന്ന് പറയുന്നത് ഏരിയ ഓഫ് കോൺക്രീറ്റ് റെസിസ്റ്റിംഗ് പഞ്ചിങ് ഷിയർ. ഓക്കെ, അതായത് ആ പെരിമീറ്ററിന് കറസ്പോണ്ടിങ് ആയിട്ട് ഏരിയ ഓഫ് കോൺക്രീറ്റ് റെസിസ്റ്റിംഗ് പഞ്ചിങ് ഷിയർ. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു പെരിമീറ്റർ ഓഫ് ദ ക്രിട്ടിക്കൽ സെക്ഷൻ. ഓക്കെ, അപ്പൊ പെരിമീറ്റർ, ആ ക്രിട്ടിക്കൽ സെക്ഷന്റെ പെരിമീറ്റർ കണ്ടുപിടിക്കണം. ഓക്കെ, പഞ്ചിങ് ഷിയറിന് റെസിസ്റ്റ് ചെയ്യുന്ന ഏരിയ ആണ് AP.
അപ്പൊ അത് കണ്ടുപിടിക്കുന്ന പറഞ്ഞാൽ പെരിമീറ്റർ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പെരിമീറ്റർ എടുക്കണം. ആ ക്രിട്ടിക്കൽ സെക്ഷന്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ഈ ചുറ്റളവ്. ഓക്കെ, ദിസ് ലെങ്ത് പ്ലസ് ഈ ലെങ്ത്, ഈ ലെങ്ത് പ്ലസ് ഈ ലെങ്ത്. അപ്പൊ നമുക്ക് ഇവിടെ എ പ്ലസ് ഡി ആണെങ്കിൽ ഓപ്പോസിറ്റ് എ പ്ലസ് ഡി ആയിരിക്കും. അപ്പൊ നമുക്ക് 2 ഇൻറ്റു എ പ്ലസ് ഡി പ്ലസ് 2 ഇൻറ്റു ബി പ്ലസ് ഡി എന്ന് പറഞ്ഞെടുക്കാം. അല്ലെങ്കിൽ എ പ്ലസ് ഡി പ്ലസ് ബി പ്ലസ് ഡി പ്ലസ് എ പ്ലസ് ഡി പ്ലസ് ബി പ്ലസ് ഡി. ഓക്കെ, അതാണ് സംഭവം. അപ്പൊ എ പി ഈസ് ഈക്വൽ ടു പെരിമീറ്റർ ഓഫ് ക്രിട്ടിക്കൽ സെക്ഷൻ ഇൻറ്റു ഡി. അപ്പൊ പെരിമീറ്റർ ഞാൻ പറഞ്ഞതുപോലെ എ പ്ലസ് ഡി പ്ലസ് ബി പ്ലസ് ഡി പ്ലസ് എ പ്ലസ് ഡി പ്ലസ് ബി പ്ലസ് ഡി, അതായത് 2 ഇൻറ്റു പറഞ്ഞ് എഴുതാം അല്ലെ. 2 ഇൻറ്റു എ പ്ലസ് ഡി പ്ലസ് ബി പ്ലസ് ഡി എന്ന് എഴുതാം. ഇൻറ്റു അതിന്റെ ഡെപ്ത് എന്ന് പറയുന്നത് ഡി ആണ്. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഇവിടെ എ പ്ലസ് ബി പ്ലസ് ഈ ഡി രണ്ടെണ്ണം ഉണ്ട് അല്ലെ. അപ്പൊ എങ്ങനെ എഴുതാൻ പറ്റും? 2 ഇൻറ്റു എ പ്ലസ് ബി പ്ലസ് 2d ഇൻറ്റു ഡി എന്ന് പറഞ്ഞിട്ട് ഇക്വേഷൻ എഴുതാൻ പറ്റും എ പിന്റെ വാല്യൂ. എ പിന്റെ വാല്യൂ നമുക്കായി. അപ്പം ഇവിടെ ഈ എ പിന്റെ വാല്യൂ കൊണ്ടുവന്നിട്ട് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ കെ എസ് ഇൻറ്റു ടോ സി ഇൻറ്റു എ പി വാല്യൂ നമുക്ക് കിട്ടും. ഈ രണ്ട് ഇക്വേഷനിലും നമുക്ക് ഡി വാല്യൂ അൺനോൺ ആയിരിക്കും. എന്നിട്ട് ഈ രണ്ട് ഇക്വേഷൻ 3ഉം 4ഉം തമ്മിൽ ഇക്വേറ്റ് ചെയ്യുക. 3ഉം 4ഉം തമ്മിൽ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഡി വാല്യൂ കിട്ടും. ആ ഡി ആണ് ഈ പഞ്ചിങ് ഷിയറിനെ റെസിസ്റ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഡെപ്ത്. ഓക്കെ, രണ്ടാമത്തെ ഡി നമുക്ക് അങ്ങനെ കിട്ടും. പഞ്ചിങ് ഷിയറിനെ റെസിസ്റ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഡി നമുക്ക് കിട്ടും ഇക്വേഷൻ നമ്പർ 3ഉം ഇക്വേഷൻ നമ്പർ 4ഉം. അപ്പൊ ഇവിടെ കാണിച്ചിരിക്കുന്ന ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡി വാല്യൂ കിട്ടും പഞ്ചിങ് ഷിയർ ക്രൈറ്റീരിയ പ്രകാരം, അല്ലെങ്കിൽ 2-വേ ഷിയർ ക്രൈറ്റീരിയം പ്രകാരം. മൂന്നാമത്തെ ക്രൈറ്റീരിയ ബൈ ബെൻഡിങ് മൊമെന്റ് ക്രൈറ്റീരിയ. ഓക്കെ, ഇപ്പൊ ബെൻഡിങ് മൊമെന്റിന്റെ ക്രൈറ്റീരിയ എല്ലാവർക്കും അറിയായിരിക്കും. നമ്മൾ നോർമലി ബെൻഡിങ് മൊമെന്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, അതിനനുസരിച്ചിട്ടാണ് ബെൻഡിങ് മൊമെന്റ് ക്രൈറ്റീരിയ വരുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ക്രിട്ടിക്കൽ സെക്ഷൻ ബെൻഡിങ് മൊമെന്റ് ക്രൈറ്റീരിയ പ്രകാരം ക്രിട്ടിക്കൽ സെക്ഷൻ വരുന്ന എവിടെയാന്ന് ഓൾറെഡി പറഞ്ഞിരുന്നു അല്ലെ. മാക്സിമം ബെൻഡിങ് മൊമെന്റ് സപ്പോർട്ടിലാണ്. അപ്പം ദ ക്രിട്ടിക്കൽ സെക്ഷൻ ഫോർ ബെൻഡിങ് മൊമെന്റ് ഈസ് അറ്റ് ദ ഫേസ് ഓഫ് ദ കോളം. അപ്പം കോളത്തിന്റെ ഫേസിലാണ് ക്രിട്ടിക്കൽ സെക്ഷൻ വരുന്നത്. ഓക്കെ, ഞാൻ നേരത്തെ ഇതിന്റെ ഫിഗർ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം ഇതുപോലെയാണ് ബെൻഡ് ചെയ്യുക. ബെൻഡ് ചെയ്യുമ്പോൾ മാക്സിമം ബെൻഡിങ് മൊമെന്റ് വരിക എന്ന് പറയുന്നത് സപ്പോർട്ടിലേക്കാണ്. സപ്പോർട്ട് എന്ന് പറയുന്നത് ഈ രണ്ട് എൻഡിലാണ് വരിക. ഓക്കെ, അപ്പൊ ഇവിടേക്ക് നോർമലി ഒരു യു ഡി എൽ ആണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇവിടെ വാല്യൂ, അതായത് ആ ലോഡ് ഇൻറ്റു ഈ ഡിസ്റ്റൻസ് ചെയ്യുക. ഇപ്പൊ യു ഡി എൽ ആണെങ്കിൽ ലോഡ് ഇൻറ്റു ഡിസ്റ്റൻസ് ഇൻറ്റു ഈ ഡിസ്റ്റൻസ് ബൈ 2 ചെയ്യണം അല്ലെ. ഇപ്പൊ ഒരു ഫോർ എക്സാമ്പിൾ ഇതിന്റെ ലെങ്ത് എൽ ആണെങ്കിൽ ഇവിടെ ആക്ട് ചെയ്യുന്ന ലോഡ് കിലോ ന്യൂട്ടൺ പെർ മീറ്ററിൽ ഇപ്പൊ പി ആണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ പി ഇൻറ്റു എൽ ചെയ്താൽ അത് ഫോഴ്സ് ആയി മാറി. ഇൻറ്റു യു ഡി എൽ ആകുമ്പോൾ അത് ആക്ട് ചെയ്യുന്ന എക്സാക്ട്ലി അത് സെന്റർ ആയിരിക്കും. അപ്പൊ പി ഇൻറ്റു എൽ ബൈ 2 എന്നുള്ളതായിരിക്കും മൊമെന്റ് അല്ലെ. ആദ്യം അതിനെ പോയിന്റ് ലോഡ് ആക്കി മാറ്റുമ്പോൾ അത് ആക്ട് ചെയ്യുന്ന എക്സാക്ട്ലി അത് സെന്റർ ആയിരിക്കും. ബാക്കി ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ആ എല്ലിന്റെ ഹാഫ് ആയിരിക്കും, എൽ ബൈ 2 ആയിരിക്കും. അപ്പൊ പി ഇൻറ്റു എൽ ബൈ 2 ആയിരിക്കും. നോർമലി ഉള്ള ഒരു ബീമിന്റെ കേസാണ് ഞാനിപ്പം പറഞ്ഞത്. ഓക്കെ, അതേപോലെ ഇവിടെയും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ബെൻഡിങ് മൊമെന്റിന്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാ വരിക എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ നമുക്ക് ഈ ഫിഗർ ആദ്യം വരയ്ക്കാം. ഈ ഫിഗറിൽ ഇപ്പോൾ എക്സ് വൈ കാണിച്ചിട്ടുണ്ട്, എ ബി കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയുള്ള ആ ക്രിട്ടിക്കൽ സെക്ഷൻ, അതായത് ബെൻഡിങ് മൊമെന്റ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്രിട്ടിക്കൽ സെക്ഷൻ വരെയുള്ള ഏരിയ ഞാൻ ഇവിടെ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ടോട്ടൽ എക്സ് ആണ് ഡിസ്റ്റൻസ്. അപ്പോൾ ഈ ക്രിട്ടിക്കൽ സെക്ഷൻ വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ടോട്ടൽ ഇത് എക്സ് ആണ്. എക്സ് എന്ന് ഈ വാല്യൂ മൈനസ് ചെയ്യുക, എ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ഈ ഡിസ്റ്റൻസ് പ്ലസ് ഈ ഡിസ്റ്റൻസ് ആയിരിക്കും. ഡിവൈഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ ഫേസ് ഓഫ് ദ കോളത്തിൽ നിന്ന് ഈ എൻഡ് വരെയുള്ള ഡിസ്റ്റൻസ് നമുക്ക് കിട്ടും. അപ്പൊ ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് എക്സ് മൈനസ് എ ബൈ 2 ആണ്. ഓക്കെ, ഈ ഒരു ഡിസ്റ്റൻസ്. ഓക്കെ, അടുത്തത് രണ്ടാമത്തെ ഈ വൈ ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ എക്സ് വൈ, അതുപോലെ കോളത്തിന്റെ ഡയമെൻഷൻ. ബാക്കിയുള്ളതെന്ന് പറയുമ്പോൾ ഇത് ടോട്ടൽ വൈ ആണെങ്കിൽ വൈ മൈനസ് ബി ചെയ്ത് കഴിഞ്ഞാൽ ഇവിടം തൊട്ട് ഇതുവരെ പ്ലസ് ഇവിടം തൊട്ട് ഇതുവരെ ഡിസ്റ്റൻസ് ആയി. വൈ മൈനസ് ബി ബൈ 2. ഓക്കെ, വൈ മൈനസ് ബി ബൈ 2 എടുത്താൽ ഈ പോർഷൻ പോയി ബാക്കി ഇത്രയും പോർഷൻ ആണ് ഉണ്ടാവുക, ഇവിടം തൊട്ട് കോളത്തിന്റെ ഫേസ് വരെയുള്ള ഡിസ്റ്റൻസ്. അപ്പൊ അത് വൈ മൈനസ് ബി ബൈ 2 എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ബെൻഡിങ് മൊമെന്റ് ഇൻ എക്സ് ഡയറക്ഷൻ നമുക്ക് ഫസ്റ്റ് പോയിന്റ് ഔട്ട് ചെയ്യാം. ബെൻഡിങ് മൊമെന്റ് ഇൻ എക്സ് ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ബെൻഡിങ് മൊമെന്റ് ഇൻ എക്സ് ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇതാണ്. എക്സ് ഡയറക്ഷനിലുള്ള ബെൻഡിങ് മൊമെന്റ്. ഓക്കെ,
അപ്പം എക്സ് ഡയറക്ഷനിലുള്ള ബെൻഡ് മൊമെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പി യു ഇൻറ്റു വൈ അല്ലെ, ഇൻറ്റു എക്സ് മൈനസ് എ ബൈ ടു ഇൻറ്റു എക്സ് മൈനസ് എ ബൈ 4 എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അതെങ്ങനെയാ വന്നതെന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്കറിയാം സോയിൽ പ്രഷറിന്റെ വാല്യൂ. ഓക്കെ, സോയിൽ പ്രഷറിന്റെ വാല്യൂ എന്ന് പറയുന്നത് പി യു ആണ്. പി യു എന്ന് പറയുന്ന കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിലാണ്. ഓക്കെ, കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിലായതുകൊണ്ട് ഇൻറ്റു ഏരിയ മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, ഏരിയ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം ഇതിന്റെ ഏരിയ എടുക്കാൻ വേണ്ടി ആദ്യം ഇതിനെ കിലോ ന്യൂട്ടൺ പെർ മീറ്ററിലാക്കാൻ വേണ്ടിയിട്ട്, ഓക്കെ, അല്ലെങ്കിൽ ആദ്യം നമുക്ക് കിലോ ന്യൂട്ടൺ പെർ മീറ്ററിലാക്കാൻ വേണ്ടിയിട്ട് ഇൻറ്റു എന്ത് ചെയ്താൽ മതി, ഇതിന്റെ അനദർ ഡയമെൻഷനിൽ നോക്കിയാൽ മതി. ഇതിപ്പോ ഇങ്ങനെ ആക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മളിപ്പോ കൺസിഡർ ചെയ്തിരിക്കുന്ന ഈ ഒരു ഫിഗർ പ്രകാരമാണെങ്കിൽ, ഓക്കെ, ആ പി യു വാല്യൂ ഇൻറ്റു വൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കിലോ ന്യൂട്ടൺ പെർ മീറ്റർ എന്നുള്ള രീതി കിട്ടും. കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിലാണ് പി യു ഉള്ളത്. അപ്പൊ പി യു ഇൻറ്റു വൈ ചെയ്ത് കഴിഞ്ഞാൽ അത് കിലോ ന്യൂട്ടൺ പെർ മീറ്റർ എന്നായി. പിന്നെ നമുക്ക് ഈ ഒരു പൊസിഷനിലേക്കുള്ള ബെൻഡിങ് മൊമെന്റ് കിട്ടണമെങ്കിൽ കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ഇൻറ്റു എന്ത് ചെയ്യാം, നമ്മൾ നോർമലി ബീമിൽ എടുക്കുന്ന പോലെ തന്നെ UDL ആയി മാറി ഇൻറ്റു ഈ ഡിസ്റ്റൻസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പോയിന്റ് ലോഡായി മാറി. ഓക്കെ, അത് അപ്പം ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വരണം. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഈ സ്പാനിന്റെ സെന്ററിലാണ്. ഓക്കെ, അപ്പോൾ ഇതിന്റെ സെന്ററിൽ നിന്ന് ഈ എൻഡിലേക്കുള്ള ഈ കോളത്തിന്റെ ഫേസിലേക്കുള്ള ഡിസ്റ്റൻസ് നമ്മൾ എടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇവിടെ ഇക്വേഷൻ വരുന്നത് പി യു ഇൻറ്റു വൈ എന്ന് പറയുമ്പോൾ ഇവിടെ താഴേന്ന് മേലോട്ട് ആക്ട് ചെയ്യുന്നത് പി യു കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിലാണ്. ഇൻറ്റു വൈ ചെയ്ത് കഴിഞ്ഞാൽ അത് കിലോ ന്യൂട്ടൺ പെർ മീറ്റർ എന്നുള്ള രീതിയിലായി. ഓക്കെ, ഇൻറ്റു എക്സ് മൈനസ് എ ബൈ ടു. അപ്പൊ ഇൻറ്റു എക്സ് മൈനസ് എ ബൈ ടു എന്ന് പറയുമ്പോൾ ഇവിടെ തൊട്ട് ഇതുവരെ ഒരു ഡിസ്റ്റൻസ്. കാൻഡിലിവർ ആയതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. കാൻഡിലിവറിന്റെ കേസ് ആയതുകൊണ്ടാണ് കാൻഡിലിവറിൽ കണ്ടുപിടിക്കുന്ന പോലെ തന്നെ വെന്റി മൊമെന്റ് വരുന്നത്. അപ്പൊ ഇൻറ്റു എക്സ് മൈനസ് എ ബൈ ടു ചെയ്ത് കഴിഞ്ഞാൽ പോയിന്റ് ലോഡായി മാറി, കിലോ ന്യൂട്ടണിലുള്ള പോയിന്റ് ലോഡായി മാറി. ഇൻറ്റു ഓക്കെ, ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് എവിടെയായിരിക്കും? ഇതിന്റെ ഹാഫിലായിരിക്കും. അതായത് എക്സ് മൈനസ് എ ബൈ ടുവിന്റെ ഹാഫിലായിരിക്കും. ഓക്കെ, അപ്പം പി യു ഇൻറ്റു വൈ ഇൻറ്റു എക്സ് മൈനസ് എ ബൈ ടു ഇൻറ്റു എക്സ് മൈനസ് എ ബൈ ടുവിന്റെ ഹാഫ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? എക്സ് മൈനസ് എ ബൈ 4 ആണ്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇവിടെ നമുക്ക് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് താഴേന്ന് മേലോട്ടാണ്. കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിലാണ് യൂണിറ്റ്. അപ്പൊ ആദ്യം ഇതിന്റെ ലെങ്ത് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. ലെങ്ത് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ അനദർ ഡയമെൻഷനിൽ ഇപ്പൊ ഈ ഫിഗറിൽ കാണിക്കുന്ന പോലെ പി യു ഇൻറ്റു വൈ ചെയ്തു. അപ്പൊ കിലോ ന്യൂട്ടൺ പെർ മീറ്ററിലായി ആ ഫോഴ്സ്. ഓക്കെ, ഇൻറ്റു ഇപ്പം കിലോ ന്യൂട്ടൺ പെർ മീറ്ററിലായി കഴിഞ്ഞാൽ ഇതാണ് ആ കാൻഡിലിവർ ബീമിന്റെ അല്ലെങ്കിൽ ആ സ്ലാബിന്റെ സ്പാനെങ്കിൽ. ഓക്കെ, അപ്പൊ പി ഇൻറ്റു വൈ ചെയ്തപ്പോൾ നമുക്ക് ഇവിടെ UDL എന്നുള്ള രീതിയിൽ കിട്ടി, കിലോ ന്യൂട്ടൺ പെർ മീറ്ററിൽ കിട്ടി. അപ്പൊ അത് ഇൻറ്റു ഇവിടം തൊട്ട് ഇതുവരെയുള്ള ലെങ്ത് ചെയ്ത് കഴിഞ്ഞാൽ പോയിന്റ് ലോഡായി മാറി എക്സാക്ട്ലി അത് സെന്ററിൽ ആക്ട് ചെയ്യുന്ന രീതിയിൽ ഇൻറ്റു ഈ സ്പാനിന്റെ ഹാഫ് ഡിസ്റ്റൻസുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് മൊമെന്റ്. അപ്പൊ ഫോഴ്സ് കിലോ ന്യൂട്ടറിലായി മാറിയത് നമ്മൾ ഈ പി യു ഇൻറ്റു വൈ ചെയ്തിട്ട് കിട്ടിയ വാല്യൂവിനെ ഇൻറ്റു ഈ ഡിസ്റ്റൻസ് ചെയ്തപ്പോഴാണ്. വീണ്ടും ആ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ചെയ്യുമ്പോൾ ഇൻറ്റു ഈ ഡിസ്റ്റൻസിന്റെ ഹാഫ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇവിടെ പി യു ഇൻറ്റു വൈ കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ഇൻറ്റു എക്സ് മൈനസ് എ ബൈ ടു പോയിന്റ് ലോഡായി മാറി. അത് ആക്ട് ചെയ്യുന്നത് എക്സ് മൈനസ് എ ബൈ ടുവിന്റെ ഹാഫിലാണ്. എക്സ് മൈനസ് എ ബൈ 4. അപ്പൊ അത് ചെയ്ത് കഴിഞ്ഞാൽ പി യു ഇൻറ്റു വൈ ഇൻറ്റു എക്സ് മൈനസ് എ 2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഡിവൈഡ് ബൈ 2 4 ദാറ്റ് ഈസ് 8. ഓക്കെ, അതേപോലെ തന്നെ വൈ ഡയറക്ഷനിൽ നമുക്ക് ഇക്വേഷൻ എഴുതാൻ പറ്റും. ഇപ്പൊ എക്സ് ആക്സിസിൽ പി യു ഇൻറ്റു വൈ ഇൻറ്റു എക്സ് മൈനസ് എ സ്ക്വയർ ഡിവൈഡ് ബൈ 8 ആണെങ്കിൽ വൈ ഡയറക്ഷനിൽ പി യു ഇൻറ്റു എക്സ് ഡിവൈഡ് ബൈ 8 ഇൻറ്റു വൈ മൈനസ് ബി ഹോൾ സ്ക്വയർ ആയിരിക്കും. ഓക്കെ, വൈ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടാണെങ്കിൽ പി യു ഇൻറ്റു എക്സ് ചെയ്യണം. പി യു ഇൻറ്റു എക്സ് ഇൻറ്റു വൈ മൈനസ് ബി ബൈ 2 ഇൻറ്റു വൈ മൈനസ് ബി ബൈ 2/2. ഓക്കെ, അപ്പൊ ഇതുപോലെ തന്നെ വരും. അപ്പം പി യു ഇൻറ്റു എക്സ് ഡിവൈഡ് ബൈ 8 ഇൻറ്റു വൈ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്നുള്ള രീതിയിൽ വരും. ഇവിടെ കിട്ടിയ പോലെ തന്നെ. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കും. അപ്പൊ നമുക്ക് രണ്ട് ആക്സിസിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബെൻഡിങ് മൊമെന്റ് കിട്ടി, MU വാല്യൂ കിട്ടി, കിലോ ന്യൂട്ടൺ മീറ്ററിൽ കിട്ടും. ഇനി ആ ഒരു സെക്ഷനെ മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ്. ഓക്കെ, മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ നമുക്ക് കോഡിലുള്ള ഇക്വേഷൻ യൂസ് ചെയ്യാം. മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ആ ഒരു സെക്ഷൻ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മൊമെന്റ് ആണ് മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ്. അപ്പൊ എക്സ്റ്റേണൽ വരുന്ന ആ പ്രഷർ കാരണം ആ ഒരു സെക്ഷനിലേക്ക് വരുന്ന ബെൻഡ് മൊമെന്റ് നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ,
ഇനി ആ ഒരു സെക്ഷനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ബെൻഡിങ് മൊമെന്റിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കണം. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു പറഞ്ഞത്. അനക്സ് എഫിലാണ് നമ്മൾ ഇക്വേഷൻ വരുന്നത് അല്ലെ. നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ യൂസ് ചെയ്തിട്ടുള്ള ECS 1ന്റെ അനക്സ് ജി. അനക്സ് ജിയിലാണ്, ഇതാണ് ഇക്വേഷൻ. ഓക്കെ, മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു, ഈ ഇക്വേഷൻ നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പൊ മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബി എന്ന് പറയുന്നത് FCK ബി എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്ന സ്ഥാനത്ത് എക്സ് കൊടുക്കാം. ബി എന്ന് പറയുന്നത് എക്സ് ആയിരിക്കും കേസിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഓരോ നമ്മൾ എടുത്തിരിക്കുന്ന സൈഡിനനുസരിച്ച് നമുക്ക് എടുക്കാം. ഓക്കെ, എക്സ് ഡെപ്ത് ഡി തന്നെ നമ്മളിപ്പം ഡയമെൻഷൻ ഏതിന് കറസ്പോണ്ടിങ് ആയിട്ടാണോ എടുത്തത് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എക്സും വൈയും ആയിട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പൊ മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് ഓഫ് ദ സെക്ഷൻ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അതിന്റെ ഇക്വേഷൻ 0.36 FCK XCmax by D into 1 minus 0.42 XCmax by D into x into D square. ഓക്കെ, അപ്പൊ ഇക്വേഷൻ നമ്പർ 6 വെച്ചു. അതിന് മുമ്പ് കിട്ടിയിരിക്കുന്ന ഇക്വേഷൻ ഇപ്പം രണ്ട് ഇക്വേഷൻസ് എക്സ് ഡയറക്ഷനിൽ വൈ ഡയറക്ഷനിൽ കണ്ടിരുന്നു. ഞാനിവിടെ വൈ ഡയറക്ഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എടുക്കുകയാണ്. അപ്പൊ വൈ ഡയറക്ഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതിൽ ബി എന്ന് പറയുന്നത് എക്സ് ആണ് അല്ലെ. ഓക്കെ, അപ്പൊ എക്സ് ആ രീതിയിലാണ് എക്സ് ഇവിടെ വന്നിട്ടുള്ളത്. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പുറത്തെ ഡയമെൻഷൻ ആണെങ്കിൽ അവിടെ വൈ ആയിരിക്കും വരിക. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇവിടെ ഈ ഇക്വേഷനിൽ എക്സ് ഇൻറ്റു ഡി സ്ക്വയർ വന്നു. ഓക്കെ, ഇനി ഫിഫ്ത്ത് ഇക്വേഷനും സിക്സ്ത് ഇക്വേഷനും ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഡി അൺനോൺ ആണ്. ഈ ഇക്വേഷനിൽ ഡി എന്ന് പറയുന്ന ടേം അൺനോൺ ആണ്. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡി കിട്ടും. അപ്പൊ ആ ഒരു പർട്ടിക്കുലർ ബെൻഡിങ് മൊമെന്റ്, അവിടെ വരുന്ന മാക്സിമം ബെൻഡിങ് മൊമെന്റ് റെസിസ്റ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഡെപ്ത് എത്രയാണ് കൊടുക്കേണ്ടതെന്നുള്ളത് നമുക്ക് കിട്ടും. ഓക്കെ, ഇപ്പൊ നമുക്ക് 3 ഡെപ്ത് കിട്ടി അല്ലെ. ഒന്ന് 1 വേ ഷിയർ ക്രൈറ്റീരിയയിൽ ഒരു ഡെപ്ത് കിട്ടി, 2 വേ ഷിയർ ക്രൈറ്റീരിയയിൽ ഒരു ഡെപ്ത് കിട്ടി, അതുപോലെ ബെൻഡിങ് മൊമെന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഡെപ്തിൽ ഏതാണോ വലിയ ഡെപ്ത് അതാണ് നമ്മൾ ഡിസൈനിൽ യൂസ് ചെയ്യേണ്ട ഡെപ്ത്. ഓക്കെ, ദ ഹയസ്റ്റ് വാല്യൂ ഓഫ് ഡെപ്ത് ഒബ്റ്റൈൻഡ് അബൌവ് ഷാൽ ബി അഡോപ്റ്റഡ് ആസ് എഫക്റ്റീവ് ഡെപ്ത്. അപ്പൊ ഈ 3 കേസിൽ ഏതാണോ മാക്സിമം ഡെപ്ത് കിട്ടിയത് ആ ഡെപ്ത് വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസൈനിൽ അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, അപ്പൊ നമുക്ക് ഡെപ്ത് കിട്ടിക്കഴിഞ്ഞാൽ അത് എടുക്കാം. ഇപ്പൊ നമുക്ക് എന്തൊക്കെയായി, ആ ക്രോസ് സെക്ഷൻ ഏരിയ നമ്മൾ കണ്ടുപിടിച്ചിട്ട് സൈസ് എടുത്തു, അതായത് ആ ഫൂട്ടിങ്ങിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും എടുത്തു. അതിനുശേഷം ഇപ്പൊ നമ്മൾ ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് നമ്മൾ അവിടെ ഫൂട്ടിങ്ങിന് കൊടുക്കേണ്ട ഡെപ്തും കണ്ടുപിടിച്ചു. ഇനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റീൽ റീഇൻഫോഴ്സ്മെന്റ് ഡിസൈൻ ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ സ്റ്റീൽ റീഇൻഫോഴ്സ്മെന്റ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഡെപ്ത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം മൊമെന്റ് വെച്ചിട്ട് സ്റ്റെപ്പായി ഡിസൈൻ ഓഫ് സ്റ്റീൽ റീഇൻഫോഴ്സ്മെന്റ് നമ്മളെ അണ്ടർ റീഇൻഫോഴ്സ് സെക്ഷന്റെ ഇക്വേഷൻ ആണ് mu is equal to 0.87 FI AST into D into 1 minus FI AST by FCK BD. FCK BD എന്നുള്ള സ്ഥാനത്ത് ഇപ്പൊ നമ്മൾ എക്സ് ആണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്, XD. ഓക്കെ, ആ ഇക്വേഷൻ. ഓക്കെ, മാക്സിമം ബെൻഡിങ് മൊമെന്റ് ഏതിനെ കറസ്പോണ്ടിങ് ആയിട്ടാണോ അതിനനുസരിച്ച് നമുക്ക് എടുക്കാം. ഇപ്പൊ ഞാൻ ഇവിടെ XD എന്ന് പറഞ്ഞ് എടുത്തിരിക്കുകയാണ്. അപ്പം ഈ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്ന D. ഓക്കെ, അപ്പൊ നമ്മൾ 3 കേസിൽ ഏതാണോ വലിയ D അത് വേണം ഇവിടെ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതിൽ അൺനോൺ ആയിട്ട് AST മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, മാക്സിമം ബെൻഡിങ് മൊമെന്റ് നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ടാവും. നമ്മളിപ്പോൾ 2 ആക്സിസിൽ എടുത്തു കഴിഞ്ഞാൽ അത് ഏതാണോ മാക്സിമം ബെൻഡിങ് മൊമെന്റ് അത് എടുക്കും. അതിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് എക്സും വൈയും വരുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ mu വാല്യൂ നമ്മൾ കൊടുത്തിട്ടുണ്ടാവും, D വാല്യൂ നമ്മൾ മാക്സിമം കിട്ടിയ 3 ക്രൈറ്റീരിയൻ പ്രകാരം കിട്ടിയിരിക്കുന്ന D കൊടുത്തിട്ടുണ്ടാവും. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് AST വാല്യൂ കിട്ടും. ആ AST വാല്യൂ ഒരു കാരണവശാലും AST മിനിമത്തിനേക്കാളും കുറയാൻ പാടില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഈ ഇക്വേഷൻ പ്രകാരം കിട്ടുന്ന AST മിനിമത്തിനേക്കാളും കൂടുതൽ ഉണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യും. എന്നിട്ട് നമ്മൾ ഈ റീഇൻഫോഴ്സ്മെന്റ് സ്ലാബിൽ പ്രൊവൈഡ് ചെയ്യുന്ന പോലെ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ഇത്രയാണ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇവിടെ AST മിനിമം ഒക്കെ വരുന്നത് നമ്മൾ സ്ലാബിൽ കൺസിഡർ ചെയ്യുന്നത് പോലെ തന്നെയാണ് അല്ലെ. നമ്മൾ സ്ലാബിന്റെ ഡിസൈൻ പ്രകാരമാണ് മിനിമം റീഇൻഫോഴ്സ്മെന്റ് ഒക്കെ ഫൂട്ടിങ്ങിൽ വരുന്നത് എന്നുള്ള കഴിഞ്ഞ ദിവസം കോഡൽ പ്രൊവിഷൻസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഇക്വേഷൻ പ്രകാരം AST കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആ AST മിനിമം ആയിട്ട് കമ്പയർ ചെയ്യും. എന്നിട്ട് നമ്മൾ നോർമലി സ്ലാബിൽ ചെയ്യുന്നത് പോലെ എത്ര ഡയാന്റെ റീഇൻഫോഴ്സ്മെന്റ് വേണം, എത്ര സ്പേസിംഗിൽ പ്രൊവൈഡ് ചെയ്യണം, സ്ലാബിൽ പ്രൊവൈഡ് ചെയ്യുന്ന പോലെയാണ് സ്പേസിംഗ് ആണ് നമ്മൾ പറയാ, എത്ര സ്പേസിംഗിൽ പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളത് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഫൂട്ടിങ്ങിന്റെ ഡിസൈൻ വരുന്നത്. ആദ്യം അതിന്റെ ഏരിയ എടുത്തിട്ട് അതിന്റെ ഡയമെൻഷൻ എടുത്തു, അതായത് അതിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും എടുത്തു ഫൂട്ടിങ്ങിന്റെ. അതിനുശേഷം നമ്മൾ അതിന്റെ സോയിൽ പ്രഷർ കാൽക്കുലേറ്റ് ചെയ്തു. സോയിൽ പ്രഷർ കാൽക്കുലേറ്റ് ചെയ്തതിനു ശേഷം ആ സോയിൽ പ്രഷറിനെ ബേസ് ചെയ്തിട്ട് 1 വേ ഷിയർ ക്രൈറ്റീരിയൻ പ്രകാരം എത്ര ഡെപ്ത് കൊടുക്കണം എന്നുള്ളത് കണ്ടുപിടിച്ചു.
ടു വേ ഷിയർ ക്രൈറ്റീരിയ പ്രകാരം എത്ര ഡെപ്ത് കണ്ടുപിടിക്കണം എന്നുള്ളത് നമ്മൾ എടുത്തു. അതുപോലെ ബെൻഡിങ് മൊമെന്റ് ക്രൈറ്റീരിയ പ്രകാരം എത്ര ഡെപ്ത് ആണ് അവിടെ പ്രൊവൈഡ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ എടുത്തു. ഈ മൂന്നെണ്ണത്തിൽ ഏതാണോ വലിയ ഡെപ്ത് അത് നമ്മൾ അഡോപ്റ്റ് ചെയ്തു. ഓക്കെ, എന്നിട്ട് ലാസ്റ്റ് സ്റ്റീൽ റീഇൻഫോഴ്സ്മെന്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം കാണിച്ചിരിക്കുന്ന ഈ ഇക്വേഷനിൽ ആ മാക്സിമം ഡി കൊടുക്കുക. ഓക്കെ, നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന മാക്സിമം ബെൻഡിങ് മൊമെന്റ് കൊടുക്കുക. ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ AST കിട്ടും. ആ AST കിട്ടിയത് AST മിനിമത്തിനേക്കാളും ഗ്രേറ്റർ ആണെന്നുള്ള ഉറപ്പ് വരുത്തുക. അതിനനുസരിച്ച് സ്ലാബിൽ പ്രൊവൈഡ് ചെയ്യുന്ന പോലെ റീഇൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്യാം. ഇത്രയാണ് ഡിസൈൻ ഓഫ് ഫൂട്ടിങ്ങിന്റെ സ്റ്റെപ്സ് വരുന്നത്. ഓക്കെ.